രാജനെ അവർ തല്ലി തെറിച്ച ചോരപ്പാടുകളാണ്. എന്താ പറയേണ്ടതെന്ന് നമുക്കും അറിയില്ല. എന്നിട്ട് ആ ചുവരിൽ പോയിട്ട് ഇങ്ങനെ തടവി അദ്ദേഹം. പറയുമ്പോൾ സ്വന്തം മകൻ്റെ ശരീരത്തിൽ തടവുന്നത്. ഒരു മകന് ജന്മം കൊടുത്ത് മകൻ്റെ ശരീരം പോലും കാണാൻ അനുവദിക്കാതെ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പോലീസ് ഈ നിലത്ത് ചോര ഒലിച്ച് നടത്ത് കിടക്കുന്ന ആൾക്കാരെ അയാളുടെ ബൂട്ടിട്ട് ചവിട്ടുകയായിരുന്നു. എന്നിട്ട് അവസാനം പോലീസ് ജീപ്പ് വന്നു ഓരോരുത്തരെ വലിച്ചഴച്ചിട്ട് ജീപ്പിൻ്റെ അടുത്ത് പോലീസ് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ ചാക്കൊക്കെ എറിയില്ലേ, അതേമാതിരി 2 കയ്യിലും 2 കാലിലും തൂക്കിയിട്ട് എറിയുകയാണ്. ഭാസ്കർറാവുജിയും ഹരിയേട്ടനെയും മാധവജിയും 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിച്ചു. ആർക്കും തന്നെ മറ്റൊരാൾ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ പല്ല് തേക്കാൻ പോകുമ്പോൾ മോദിജി ഏതെങ്കിലും ഒരു മൂലയിൽ പിന്നെ ഷർട്ടൊന്നും ഇടാതെ ഒരു ഇന്നത്തെ കാണുന്ന രൂപത്തിലുള്ളൊരു 2ാം മുണ്ടും പുതച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ സാധിക്കും. ഒരു ചന്ദനത്തിരിയും കൊത്തിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു മൂലയിൽ. അന്നും ഈ വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായിരുന്നു. അപ്പം ഞാനും കടന്ന് ചെന്നപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആര് എന്ന് പറയത്തോളൊരു അടിയൊക്കെ തന്നെ കിത്തന സ്ഥലമാകയാ കഹാന്തയാ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയായപ്പം അത്തരത്തിൽ കാണാം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പോലും ഞാൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നില്ല. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കറുത്ത ദിനം. 49 വർഷങ്ങളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 50ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അന്ന് അടിയന്തരാവസ്ഥയുടെ കറുപ്പിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ വെളുപ്പിലേക്ക് ഭാരതത്തെ കൊണ്ടുപോയ രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിരുന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ചുമതലകൾ വഹിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ KG വേണുവേട്ടനാണ് ഇന്ന് ബ്രേവിൻ്റെക്കൊപ്പമുള്ളത്. വേണുവേട്ടന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. വേണുചേട്ടാ, ഈ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ സംഘപ്രവർത്തനം അതിൻ്റെ വളരെ പാടായിരുന്നു. പ്രവർത്തനവും ഒക്കെ എവിടെ ഇറങ്ങിയാലും പ്രശ്നങ്ങളാണ്. പോലീസ് പിടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള DAR ചുമത്തുന്നു, മിസ ചുമത്തുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടന്നിട്ടുണ്ട്. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും കോർഡിനേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നടക്കില്ലല്ലോ. കുരുക്ഷേത്ര ആയിക്കോട്ടെ പലയിടത്തും എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ മുടങ്ങാതെ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും, അതായത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എല്ലാവരിലേക്കും, അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സംഘത്തിന് കഴിഞ്ഞു. എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിൽ? കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ച്, അതായത് നമ്മളെ സംബന്ധിച്ച്, സ്വയംസേവരെ സംബന്ധിച്ച് ജൂൺ 26 എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. കേരളത്തിൽ സംഘത്തിന് ഒരു ആസ്ഥാനം, അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുന്ന ദിവസമായിരുന്നു. രാവിലെ അതിൻ്റെ ഗണപതി ഹോമം നമ്മുടെ ക്ഷേത്രീയ പ്രചാരക് സ്വർഗീയ യാദവറാവുജി അവിടെ അദ്ദേഹം അധികാര സ്ഥാനത്തിരുന്നുണ്ട്. അത് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഒരു സ്വയംസേവക് വേഗം ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ രാജശേഖര പണിക്കർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അയാൾ തിരക്കിട്ടുവെന്ന് പറയുമായിരുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിൽ നിന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. JP ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, അടൽജി, അദ്വാനിജി, മൊറാർജി ദേശായി തുടങ്ങിയുള്ള എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. പത്രങ്ങളെല്ലാം നിർത്തിവെച്ചു. പത്രങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി നിർത്തിവെച്ചു. അതുകൊണ്ട് പത്രങ്ങളൊന്നും തന്നെ ഡൽഹിയിൽ ഇറങ്ങിയിട്ടില്ല. ആ തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊരു വാർത്തയാണ് രാവിലെ ഈ ഹോമം കഴിഞ്ഞ ഉടനെ കേൾക്കുന്നത്. ഞങ്ങൾ ടിഫിൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സംഘത്തിൻ്റെ അധികാരികൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവിടെ 3 ദിവസം കേരളത്തിലുള്ള എല്ലാ സംഘ പ്രവർത്തകരും, അതായത് ചുമതലയുള്ളവർ, എല്ലാ പ്രചാരകന്മാരും മറ്റ് താലൂക്ക് ഉപരി ചുമതലയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ തീരുമാനമെടുത്തു, ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുക, അതാത് സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുക, ആരും കാര്യാലയത്തിൽ താമസിക്കേണ്ട, ആ തരത്തിലുള്ള കാര്യങ്ങൾ. അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം ആ നിമിഷം തന്നെ കേരളത്തിൽ മുഴുവനും ആസൂത്രണം ചെയ്യാൻ ആ സന്ദർഭത്തിന് കഴിഞ്ഞു എന്നതാണ്. കേരളത്തിൽ ഈ തരത്തിൽ വളരെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അതായത് അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്കൊന്നിനെയും കീഴ്പ്പെടുത്താൻ കഴിയാത്ത
തലത്തിൽ നമുക്ക് പോകാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാവരും അന്ന് 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഓരോരുത്തർ അതാത് സ്ഥലത്ത് പോയി. എനിക്ക് കിട്ടിയ ചുമതല അവിടെ തന്നെ കാര്യാലയത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഭാസ്കർറാവുജി ഉണ്ടായിരുന്നു, ഹരിയേട്ടൻ ഉണ്ടായിരുന്നു, മാധവജി ഉണ്ടായിരുന്നു, ഭാസ്കർജി ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭാസ്കർറാവുജിയും ഹരിയേട്ടനെയും മാധവജിയും 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിച്ചു. അടുത്ത് തന്നെ ഭാസ്കർറാവുജി കാര്യാലയത്തിന് അടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിൽ, ആരും അറിയപ്പെടാത്തൊരു വീട്ടിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ ആയിരുന്നു. പക്ഷേ ആർക്കും തന്നെ മറ്റൊരാൾ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഭാസ്കർറാവുജിക്ക് അറിയില്ല മാധവജി എവിടെ താമസിക്കുന്നതെന്ന്, മാധവജിക്ക് അറിയില്ല ഹരിയേട്ടൻ എവിടെ താമസിക്കുന്നത്. ആ തരത്തിൽ ഒരു കാര്യങ്ങളും പരസ്പരം അറിയിക്കാത്ത രൂപത്തിൽ അവരെ കൊണ്ട് ഏൽപ്പിച്ചിരുന്നു. അവർക്ക് അതാത് സമയത്ത് വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് അണ്ടർഗ്രൗണ്ട് തരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ടിരുന്നു. 26 കഴിഞ്ഞു, 27 കഴിഞ്ഞു, 28 ആയപ്പോൾ കാര്യാലയത്തിന് ചുറ്റും ചില അപരിചിത മുഖങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് കാര്യാലയത്തിൽ താമസിച്ച ഞങ്ങളൊരു 5 പേരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. മോഹൻജി, ജില്ലാ പ്രചാരകരായിരുന്ന ശ്രീനിവാസ്ജി, പിന്നെ അങ്ങനെ അത്രയും പേരാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി പോലീസാണെന്ന് മനസ്സിലായി. അതുവരെ ഭാരതത്തിൽ മറ്റൊരു സ്ഥലത്ത് അറസ്റ്റ് നടക്കുകയോ സംഘനിരോധനമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 29 ആയപ്പോഴേക്കും രാത്രി കാര്യാലയത്തിൽ ഒരു കൂട്ടം പോലീസുകാർ, വളരെ കൂടുതൽ നമ്പരുണ്ടായിരുന്നു. അവർ ഇവിടുത്തെ CI പുരുഷോത്തമൻ പിള്ള, അദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. അദ്ദേഹം അതിന് നേരത്തെ പരിചയപ്പെട്ടു. കാരണം അതിന് കുറച്ച് ദിവസത്തേക്ക് മുമ്പായിരുന്നു JP കേരള വിസിറ്റ് ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് JP എറണാകുളത്ത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം എങ്ങനെ വേണം എന്ന് പോലീസുകാരാണ് തീരുമാനിച്ചത്. JP കാറിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലും പോലീസുകാരുണ്ടാവും എന്ന് തീരുമാനിച്ചു. അത് ഞങ്ങൾ എതിർത്തു, പറ്റില്ല പറഞ്ഞു. JP സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്ക് ആണ് കൂടുതലുള്ളത്. കാരണം ഇവിടുത്തെ അധികാരികളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പാറ്റ്നയിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ കണ്ടതാണ്. JP തലയടിച്ചു പൊട്ടിച്ചു. അതിന് രണ്ടാമത്തെ അടി വന്നപ്പോൾ അത് തടുത്ത നാനാജി ദേശ്മുഖിൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ചിത്രം ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. JP കാറിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലും ഞങ്ങളുണ്ടാവും. അപ്പോൾ സമ്മതിക്കില്ല പറഞ്ഞു. അവർ സമ്മതിക്കില്ലെങ്കിൽ നിവൃത്തിയില്ല, ഞങ്ങൾ അത് തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്തിട്ട് മാറ്റേണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും. JP ഇവിടുന്ന് മാറുകയില്ല, അത്രയും ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കമ്മീഷണറായിരുന്ന ചാലി, അദ്ദേഹത്തിൻ്റെ അടുത്ത്, മിസ്റ്റർ ചാലിയുടെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് തർക്കിച്ചു. അവരുടെ ദൃഷ്ടിയിലൊരു പറഞ്ഞൊരു കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു നരുന്ത് ചെക്കൻ നമ്മുടെ SP തർക്കിക്കണം നോക്കടാ എന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാധിക്കില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ. അപ്പോഴേക്കും ഫ്ലൈറ്റ് എത്തി. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മന്മഥ സാറിനോട്, അദ്ദേഹം കൂടെയുള്ള ആളാണ്, മന്മഥ സാറിനോട് ഞാൻ ഈ വിവരം പറഞ്ഞു. പോലീസുകാരിത് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ല, അത് തന്നെ മതി. പിന്നെ JP സെക്രട്ടറി, കാരണം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. JPയും അദ്ദേഹം അവിടെ വന്നപ്പോഴും വളരെ കൂടുതൽ അടുത്തൊരു സൗഹൃദം, ഒരു വലിയൊരു കാരണവരെങ്ങനെയാണോ പെരുമാറുന്നത്. അപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഞാനും ശിശുപാലൻ ചേട്ടനും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും സംഘത്തിൻ്റെയാണെന്ന് പറഞ്ഞു. ഓ, ഇവിടെയും നിങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്തരിച്ച സുശീൽ മോദിയെക്കുറിച്ചും സുശീൽ മോദി ഗോവിന്ദാചാര്യയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അവരൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവർ. ഇവിടെയും കേരളത്തിലും നിങ്ങൾ തന്നെ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പരിചയവും സെക്രട്ടറിയായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. സെക്രട്ടറിയും പറഞ്ഞു, നോ, നിങ്ങൾ എന്താണോ തീരുമാനിച്ച ആ രൂപത്തിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മന്മഥ സാറ് CI മറ്റേ കമ്മീഷനോട് സംസാരിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു ചുരുക്ക് പുരുഷോത്തം നായർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കാര്യാലയത്തിൽ വന്നപ്പോൾ മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2 പുസ്തകം എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. ഭഗവത്ഗീതയുടെ ചെറിയൊരു പതിപ്പ് കയ്യിൽ വെച്ചിരുന്നു. ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. കിടക്കുന്ന കാര്യാലയം തുടങ്ങിയിട്ട് 2 ദിവസങ്ങളവിടെ മറ്റൊന്നുമില്ല, പായൊക്കെ ചുരുട്ടിയിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു, ഓ, പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണല്ലേ, ഇപ്പോൾ നേതാക്കന്മാരൊക്കെ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചേക്കണത്, അവരെയൊക്കെ കിട്ടാൻ എന്താ വഴി? പറഞ്ഞു. അവർ ഓരോരുത്തരുടെ പ്രവർത്തനം ഇതനുസരിച്ച് ഓരോ സ്ഥലത്ത് പോയി. പിന്നെ കൊണ്ടുവന്നു ഇവിടെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ 1-ാം പ്രതിയാക്കിയിട്ട് എന്നെയാണ്. അതായത് കേരളത്തിൽ നടക്കുന്ന എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് അന്ന് 29-ാം തീയതി രാത്രി കാര്യാലയത്തിൽ ചെയ്തതാണ്. അതിൽ 1-ാം പ്രതിയായിട്ട് എന്നെയാണ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ കേസ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി.
അവിടെ ചെന്നപ്പോൾ വായിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാള്, കുന്തം, പിന്നെ ശൂലം ഇതൊക്കെ ആയിട്ട് കലൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ കൂടെ പ്രകടനം നടത്തി. അത് കേട്ടിട്ട് മജിസ്ട്രേറ്റ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ്. പിന്നെ ഞങ്ങൾ ഉടനെ ജയിലിലാക്കി. ഒരു 20 ദിവസം ജയിലിലുണ്ടായിരുന്നു. 21-ാമത്തെ അതായത് ഒരു 20-ാം തീയതി വരെ ജയിലിലുണ്ടായിരുന്നു. അപ്പോൾ 20-21 ദിവസമാണെന്ന് തോന്നുന്നു. 21-ാം തീയതി മുതൽ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ആദ്യം ഇതിൽ ഒരു 4-5 പേരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എണ്ണം കൂടി കൊച്ചിയിൽ നിന്ന് കുറേ പേരെ കൊണ്ടുപോയി 17 പേര് ജയിലിലുണ്ടായിരുന്നു. അവരുടെ ഒരു മുറിയിൽ. അത് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്ന ഉടനെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യവും അതനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ സമൂഹത്തെ അറിയിക്കാനുള്ള പല കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ആദ്യമായിട്ട് പുറത്ത് വന്ന കാര്യമാണ് കുരുക്ഷേത്ര പോലുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ കുരുക്ഷേത്രയും അതേപോലെ സുദർശനം എന്ന് പറഞ്ഞ പ്രവർത്തകർക്ക് അറിയിക്കാനുള്ള അങ്ങനെ 2-3 കാര്യങ്ങളായിട്ട് അതിങ്ങനെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ ഏകദേശം 40ഓളം പ്രസ്സുകളിലാണ് കുരുക്ഷേത്ര അച്ചടിച്ചിരുന്നത്. ഒരു പ്രാവശ്യം അടിച്ചാൽ തൊട്ടടുത്ത പ്രാവശ്യം അവിടെ അടിക്കില്ല. അതിൽ കോട്ടയത്തുള്ള ഒരു സോഷ്യലിസ്റ്റ് അനുഭാവിയുടെ പ്രസ്സിൽ അച്ചടിച്ചിരുന്നു. അയാളുടെ ഈ ചില പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ അയാൾ ആളാവാൻ വേണ്ടി കളിച്ചതാണെന്ന് അറിയില്ല, ഞാനാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് എങ്ങനെ അറിഞ്ഞു? അയാൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ആ പ്രസാദോട് പൂട്ടുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ഇത് വിതരണം ചെയ്യാൻ നമ്മുടെ കൂടുതൽ കുട്ടികളായിരുന്നു കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വന്നിരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ. ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ എല്ലാ കോളേജുകളിലും നമ്മുടെ മഹാരാജാസിൽ പഠിച്ചിരുന്ന നമ്മുടെ പെൺകുട്ടികൾ അന്നെടുത്തിരുന്ന കൊച്ചിയിലുള്ള നമ്മുടെ ചില സംഘത്തിൻ്റെ സ്വയംസേവരുടെ സഹോദരിമാർ, ചിലരുടെ മക്കൾ ഒക്കെ വളരെ കാര്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. അവർ അധ്യാപകർക്കും ഇതിങ്ങനെ കാത്തിരിക്കുന്ന ചില അധ്യാപകരുണ്ട്, അവർക്കൊന്നും കിട്ടുന്നില്ല, കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അവർക്കിത് വളരെ റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ കൂടെയാണ് ഭാരതത്തിൽ എന്തൊക്കെ നടക്കണു എന്നുള്ള കാര്യം സമൂഹം അറിഞ്ഞിരുന്നത്. ഇതാണ് ഈ തരത്തിലുള്ള നമ്മുടെ അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചറിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ പോലീസിൻ്റെ ഈ ഒരു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ ചെറുത്തു? അതിനൊപ്പം തന്നെ പേരുകളൊക്കെ എല്ലാവരുടെയും മാറ്റിയിരുന്നു എന്നുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആസൂത്രണങ്ങൾ? അത് പറയുമ്പോൾ അന്ന് അഖില ഭാരതീയ തലത്തിലുള്ള ബൈഠക്കുകൾ വളരെ കുറവായിരുന്നു. അന്ന് ഗുജറാത്തും തമിഴ്നാടും മാത്രം, ആ 2 സർക്കാരുകൾ മാത്രമാണ് ഇന്ദിരാഗാന്ധി അനുകൂലിക്കാത്ത 2 സംസ്ഥാന സർക്കാരുകൾ. അതിൽ തമിഴ്നാട്ടിലെ DMKയുടെ സ്വഭാവം നമുക്കറിയാം. പക്ഷേ ഗുജറാത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഇതിനെ വളരെ വ്യക്തമായിട്ട് എതിർത്തിരുന്നു. എമർജൻസി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ ഗുജറാത്തിൽ വെച്ചിട്ട് ഈ ബൈഠക്കിനെത്തുന്ന ആരെയും അറസ്റ്റ് ചെയ്യില്ല. പക്ഷേ അവർ ചെയ്തിരുന്നത് അവിടുന്ന് തിരിച്ചു പോകുന്നവർ അവരെ തിരിച്ചറിഞ്ഞാൽ ഗുജറാത്തിൻ്റെ അതിർത്തി കടന്നാൽ അറസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴും നമ്മൾ ആ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ്. ഒരിക്കൽ അവിടെ വെച്ചിട്ട് ഒരു ബൈഠക്കുണ്ടായിരുന്നു, വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ദേശീയ ബൈഠക്കായിരുന്നു. അന്ന് ഇപ്പോൾ ബോംബെയിൽ എത്താൻ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ബോംബെയിലെത്താൻ അറിവ് കിട്ടി. ബോംബെയിലെത്തേണ്ട ഒരു പ്രത്യേക സ്ഥലം, അവിടെ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകും. അന്ന് രാത്രിയാണ് ഗുജറാത്തിലേക്ക് പോകേണ്ടത്. ടിക്കറ്റ് റിസർവേഷൻ അങ്ങനെ ഒന്നുമില്ല. ഹോളിയുടെ സമയം കൂടിയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, ട്രെയിനിൽ കയറാനും നിവൃത്തിയില്ല. പക്ഷേ അവിടെ നിന്നുള്ള പ്രൊഫസർ ബാലാപ്തേജി, യശ്വന്തറാവുജി, സദാശിവ രാവ്, പിന്നെ V. സതീഷ്, അവർക്കൊക്കെ നേരത്തെ ഒരു റിസർവ് ചെയ്തിരുന്നു. പക്ഷേ ആ റിസർവ് ചെയ്തെങ്കിൽ അതിനകത്ത് കയറാനൊന്നും പറ്റില്ല. എൻ്റെ തോൾസഞ്ചി ഞാൻ സദാശിവജിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ നിന്നിട്ട് ഈ ട്രെയിൻ അന്ന് ഈ 2 ഇത് യോജിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അന്ന് ഇന്നത്തെ മാതിരി മേൽക്കൂരയും അതിൽ ഇത് സൈഡിൽ കൂടെ തന്നെ കയറാം. അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു ബോഗിയിൽ 2 പേരും മറ്റു ബോഗിയിൽ 2 പേരും. അപ്പോൾ ഞാൻ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ, അവിടെ നിൽക്കാമല്ലോ. അപ്പോൾ എൻ്റെ മഫ്ലറും തോർത്തുകൊണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് 4 പേര്, മറ്റു 3 പേരാരാണെന്ന് എനിക്കറിയില്ല, 4 പേര് അവിടെ നിന്ന് ഞാൻ ആ തോർത്ത് കൊണ്ട് അതിൻ്റെ ഒരു കൈപിടി മാതിരി ഒരു സാധനമുണ്ട്, അതിലിങ്ങനെ വയറൊക്കെ കെട്ടി വെച്ചു. രാത്രിയൊക്കെ ചില നദിയുടെ മുകളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു 2:30 മണിയായപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തി. അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വണ്ടിക്ക് ഉള്ളിൽ കയറും. അപ്പോൾ യാദവരാജിയൊക്കെ കുറേ വഴക്ക് പറഞ്ഞാണ് ഇത്രയും അവിടെ കാണിച്ചു എന്ന് പറഞ്ഞു. അവിടെ ചെന്നു ബൈഠക്കൊക്കെ കഴിഞ്ഞു. ബൈഠക്ക് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അഡ്രസ്സും പേരുകളും ഒക്കെ മാറ്റി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാം മാറ്റി.
തമിഴ്നാട്ടിലുള്ള സംഘടനാ സെക്രട്ടറിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അയാളെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുള്ള ചുമതലയും എന്നെയാണ് ഏൽപ്പിച്ചത്. അതുമായിട്ട് ഞാൻ നേരെ ചെന്നൈയിൽ പോയി. ചെന്നൈയിൽ പോകുമ്പോൾ ആ സമയത്ത് ഠേങ്കഡിജി എനിക്ക് ചില പ്രത്യേക കാര്യങ്ങൾ തന്നിരുന്നു. അതായത് അന്ന് പ്രൊഫസർ മന്മഥൻ സാറായിരുന്നു നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വിശദവിവരങ്ങൾ തന്നിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം, ബാക്കി കാര്യങ്ങൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ കാര്യങ്ങൾ ഗോപാൽജി ഏൽപ്പിക്കണം. അവിടെ എത്തി. പിന്നെ തിരിച്ചവിടെ എത്തിയിട്ട് ഇതേപോലെ തന്നെ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിലാണ് യാത്ര മുഴുക്കെ. അവിടെ എത്തി ഗോപാൽജിയെ കണ്ടുപിടിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം മറീന ബീച്ചിൽ വെച്ചിട്ട് എമർജൻസിയെ എതിർക്കുന്നവരുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരസ്പരം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊക്കെ ഞാൻ ഏൽപ്പിച്ചൊരു 2-3 മിനിറ്റ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് 2-3 പേര് വന്ന് ഗോപാലിനെ പിടിച്ചു. ഗോപാലിൻ്റെ കയ്യിൽ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചു. അപ്പോൾ ഞാനൊരു 5-8 സ്റ്റെപ്പ് പിന്നിലാണ്. അപ്പോൾ ഞാനത് കണ്ടു. അവർ പിടിച്ചവർ തിരിഞ്ഞു നോക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ ആൾക്കാരുടെ ഇടയിൽ നല്ല തിരക്കുണ്ട്, പ്രകടനത്തിൻ്റെ ഭാഗമാണ്, ആൾക്കാരുടെ ഇടയിൽ മുങ്ങി. അത് കിട്ടിയില്ല. പക്ഷേ ആദ്യം ഞാൻ വന്ന് ചെയ്തത് ഉടനെ വന്നിട്ട് ടെലഗ്രാം ചെയ്തു. ഗോപാൽജി അവർ ഒരു അല്ലാത്തൊരു മാറ്റിയൊരു പേരുണ്ടായിരുന്നു. ആ പേര് വെച്ചിട്ട് ശേഖർ എന്നാണോ അങ്ങനെ അന്ന് തോന്നണം. ശേഖർ അഡ്മിറ്റഡ് ഹോസ്പിറ്റൽ, മെഡിസിൻ ലിസ്റ്റ് ലോസ്റ്റ്, ഇതായിരുന്നു. അപ്പോൾ അവർക്കത് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മന്മഥൻ സാറിൻ്റെ അടുത്ത്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മന്മഥൻ സാറിൻ്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ വയ്യ. അദ്ദേഹം അന്ന് അവിടെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം കേരളത്തിൽ നിന്ന് ആരും കാണാനും നിർത്തിയില്ല, ഇവിടെ താമസിക്കണമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് 4-5 പേർക്ക് അറിയാം എവിടെയുണ്ട്, എങ്ങനെയാണ്. അപ്പോൾ ആര് കണ്ടാൽ ആര് ചെന്നാൽ അവിടെ കയറ്റി വിടണമെന്നൊക്കെ അവർക്കും നിർദ്ദേശമുണ്ട്. അതനുസരിച്ചിട്ട് ഇടയ്ക്ക് പോയിട്ട് മന്മഥൻ സാറിനെ ഇങ്ങനെ ബ്രീഫ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. ഈ തരത്തിൽ പേരുകൾ മാറ്റിയ ആ ഒരു സന്ദർഭം. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം പറഞ്ഞാൽ, ഈ എമർജൻസിയുടെ ഒരു ബൈഠക്ക് കൊച്ചിയിൽ വെച്ചിട്ട് നടന്നിരുന്നു. അന്നും യാദവറാവുജി തന്നെയായിരുന്നു വന്നത്. കേരളത്തിലുള്ള എല്ലാ പ്രധാന പ്രവർത്തകരുടെ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കായിരുന്നു. ഓരോ ദിവസം ഒരു ദിവസം സംഘത്തിൻ്റെ ചുമതലക്കാർ മാത്രം, മറ്റൊരു ദിവസം പിന്നെ വിവിധക്ഷേത്രം, അന്ന് വിവിധക്ഷേത്രം എന്ന് ആകെ 3-4 ഉള്ളൂ. VHP ഉണ്ട്, ജനസംഘമുണ്ട്, വിദ്യാർത്ഥി പരിഷത്തുണ്ട്, BMS ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അവരുടെ ബൈഠക്ക് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് യാദവറാജ് ഇന്ന് മടങ്ങാണ്. അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രാവിലെ മുതൽ പ്രത്യേക വർക്കൊന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ ആരോ പറഞ്ഞ് വെച്ചിട്ട് ഞാൻ ബൈഠക്ക് കഴിഞ്ഞിട്ട് പോയി. തിരിച്ചെന്നെ അവിടെ വിളിപ്പിച്ചു, അവിടെ ഇരുന്നു. അപ്പോൾ ഭാസ്കരറാവുജി തലേ ദിവസമുള്ള ബൈഠക്കുകളിൽ എടുത്തിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പേരുകൾ മാറ്റി. പിന്നെ ഭാസ്കരറാവുജി അമ്മാവനാണ്, മാധവജി ഉണ്ണിയാണ്, പിന്നെ രാമപിള്ള ചേട്ടൻ രാഘവനാണ്, ഭാസ്കർജി എന്തോ ഒരു നമ്പൂതിരി എന്നുള്ള പേരിൽ, ഈ തരത്തിലുള്ള എല്ലാവരുടെയും പേരൊക്കെ മാറ്റിയിട്ട് അവിടെ ഇത് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കട്ടിലിങ്ങനെ നിരത്തിയിട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് സോർട്ട് ചെയ്തിട്ട് ഓരോ ജില്ലയുടെ ഇതൊക്കെ അനുസരിച്ച് സോർട്ട് ചെയ്തനുസരിച്ച് ഞങ്ങൾ സോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ വീടിൻ്റെ ഉടമസ്ഥൻ കയറി വന്നു. മലയാളിയല്ല. അദ്ദേഹം കയറി വന്നിട്ട്, ഭാസ്കരറാവുജി, പോലീസ് അറൈവ്ഡ്, ദ SI ഈസ് ദെയർ ഇൻ മൈ വിസിറ്റിംഗ് റൂം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ മുകളിൽ പോയി. യാദവറാജി മുകളിൽ പോയി പറഞ്ഞു. ഭാസ്കരറാജി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഭാസ്കരറാജി എന്ന് ഷേവ് ചെയ്യുന്ന ഒരാളാണ്. മുഖം പെട്ടെന്ന് ചുവന്നു, ഇങ്ങനെ ചോര കയറി വരെ നമുക്ക് കാണാൻ നേരിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ഭാസ്കരറാജിക്ക് ഒരു ബ്രീഫ് കേസ് ഉണ്ട്, വർഷങ്ങളായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വാരിയിട്ട് ആ ബ്രീഫ് കേസിനകത്തിട്ട് അടച്ചു. ഞാൻ പറഞ്ഞു, ഭാസ്കരറാജി ഇതും കൊണ്ട് ഞാൻ പോകും. വൈകുന്നേരം എന്നോട് എറണാകുളത്ത് കാണാവുന്ന ഒരു സ്ഥലമുണ്ട്, എല്ലാവർക്കും ഈ പ്രധാന ആൾക്കാർ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം, മേനോൻ ചേട്ടൻ, അവിടെ ഞാനിതുമായിട്ട് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ ഗൃഹസ്ഥൻ പോയിട്ട് ജോലിക്ക് അവിടെ നിന്ന് 5-6 ജോലിക്കാരുള്ളൂ. അത്രയും വലിയൊരു വീടാണ്, വലിയൊരു ബിസിനസ്സുകാരനാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അവരും പേടിച്ചു, എന്താണെന്നറിയില്ല. ഈ കാര്യങ്ങളൊന്നും അവർക്കില്ല. 3 ദിവസമായിട്ട് താമസിക്കുന്ന 2 ദിവസവും മറ്റു സ്ഥലങ്ങൾ. ഒരു ദിവസം നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു, കൃഷ്ണ കേഫ്, പിന്നെ അങ്ങനെ ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ, സാർ അതിലേ പോകാം സാർ, ഇതിലേ പോകാം സാർ. അപ്പോൾ ഞാൻ അടുക്കളയുടെ പിന്നിൽ കൂടി നോക്കിയപ്പോൾ മതിൽ അത്ര പൊക്കമില്ല, പക്ഷേ താഴെ ഇത്തിരി കൂടുതൽ പൊക്കമുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ അങ്ങ് ചാടാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കയറാനും ചാടാനും ബുദ്ധിമുട്ടില്ല, പക്ഷേ ഹരിയേട്ടൻ അതിൻ്റെ മുകളിൽ കയറ്റാനും ചാടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവരൊരു സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ ചാടിയതിനു ശേഷം സ്റ്റൂൾ താഴെ വെച്ച് തന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് ഹരിയേട്ടനും ഞാനുമായിട്ട് അതിലെ ചാടി രക്ഷപ്പെട്ടു.
എൻ്റെ കയ്യിൽ ബാഗുണ്ട്. റോഡിലെത്തിയപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, വേണു ഇനി ഒരുമിച്ച് കൊണ്ട വേറെ വഴിക്ക് പോകാം. ഹരിയേട്ടൻ അവിടെ എല്ലായിടും പരിചയമുള്ളതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ കയറാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്, വലിയ പ്രാധാന്യമുള്ളതാണ്. ഇത് പോയാൽ എല്ലാം തകർന്നു പറഞ്ഞാൽ പിന്നെ നമുക്കതെല്ലാം ഇത് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്ന് അവർക്കെല്ലാം അണ്ടർഗ്രൗണ്ട് അഡ്രസ്സുകൾ, നമ്മുടെ കത്തുകൾ ഇതൊക്കെ വരുന്ന ഓരോ സ്ഥലത്തും ഓരോ അണ്ടർഗ്രൗണ്ട് അഡ്രസ്സുണ്ട്. അത് ചിലത് കടയായിരിക്കും, ചിലത് ചില ഓഫീസിൻ്റെ നമ്മുടെ സ്വയം സേവയുടെ ഓഫീസ് അഡ്രസ്സായിരിക്കും. ഈ തരത്തിലുള്ളതൊക്കെയാണത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോൾ അവിടെ എൻ്റെ ഒരു പഴയ പ്രൊഫസറും സ്വയം സേവകവും ഉണ്ട്, സഹസ്രനാമൻ സാർ. അതിന് അദ്ദേഹത്തിൻ്റെ വീടടുത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകാം. അദ്ദേഹം ഇല്ലെങ്കിലും ശ്രീമതിക്കും അവർക്കൊക്കെ എന്നെ പരിചയമുണ്ട്. ഞാൻ നേരെ അവിടെ പോയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം, എത്ര കാലമായി. എമർജൻസി ഇടത്തില്ല. എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ 1-2 പേരെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെ സംസാരിച്ചിരുന്ന് ലേശം ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, സഹസ്രം ചേട്ടാ ഈ ബാഗ് ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് 4-5 സ്ഥലത്ത് പോകുമ്പോൾ ഇത് തൂക്കി നടക്കണ്ടല്ലോ. ഞാനത് ബാഗ് അവിടെ വെച്ചെന്ന് വെച്ചാൽ അന്തരീക്ഷം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ അതെടുത്തിട്ട് പോകാം. അല്ല ഇതോടുകൂടി അവർ എല്ലായിടത്തും വളഞ്ഞുവെങ്കിൽ നിവർത്തിയില്ലല്ലോ. അത് വെച്ചിട്ട് പോയി കുറേയൊക്കെ നോക്കിയൊന്നും നിവർത്തിയില്ല. അന്ന് എൻ്റെ അണ്ടർഗ്രൗണ്ട് കേന്ദ്രം ചെറുളായിലൊരു വീട്ടിലായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്നൊരു സൈക്കിളും എടുത്തിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് ഈ ബാഗ് എടുത്തിട്ട് പോയി. വൈകുന്നേരം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. ആ രൂപത്തിൽ ഉള്ളൊരു അനുഭവവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് അത് കാണുന്നത്. അന്ന് ഭാസ്കർ റാവുജി അത് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ അതിബുദ്ധിമാനായിരുന്നു. അവിടെ 2 കാറുണ്ട്. അപ്പോൾ ഇയാൾ ഉടനെ തന്നെ അയാളുടെ കാറും എടുത്തിട്ട് അയാൾ പുറത്തേക്ക് പോയി. പോലീസിൻ്റെ ശ്രദ്ധ മുഴുക്ക അയാളുടെ പിന്നാലെയായി. മറ്റേ ഡ്രൈവറോട് പറഞ്ഞു, ഇവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ശ്രീനിവാസനും പുരുഷോത്തമനുണ്ടായിരുന്നു. പുരുഷോത്തമനെ പിൻപറ്റിയാണ് അവരവിടെ എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നോക്കിയിട്ട് അന്തരീക്ഷമൊക്കെ നോക്കിയവരാണ് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഡ്രൈവറോട് പറഞ്ഞു, നമുക്ക് എറണാകുളത്തേക്ക് പോകണം, പക്ഷേ സാധാരണ വേറെ ഏതെങ്കിലും ഇവിടുന്ന് സാധാരണ പോണ വഴിപ്പുണ്ട്, വേറെ ഏതെങ്കിലും വഴി പോകാമെന്ന് പറഞ്ഞു. ഭാസ്കർ യാദവറാവുജി പിന്നെ ആരോ ഒരാളും കൂടെ, അത് ശ്രീനിവാസനാണോ ബാലേട്ടനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ 3 പേരും കൂടെ വണ്ടി കയറിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ വുഡ്ലാൻഡ്സിനാണ് താമസിക്കേണ്ടത്, വുഡ്ലാൻഡ്സിൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് വുഡ്ലാൻഡ്സിൽ കൊണ്ട് കാറ് നിർത്തിയിട്ട് ഇനി നിങ്ങൾ പൊക്കോളൂ, പക്ഷേ ഉടനെ വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞു. ഇല്ല സാർ, ഞാൻ വർക്ക്ഷോപ്പിലാണ് പോകണതെന്ന് പറഞ്ഞു. ശരി, വർക്ക്ഷോപ്പിൽ പോകാൻ പറഞ്ഞു. വുഡ്ലാൻഡ്സിൽ കയറി അവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ വേറൊരു വണ്ടി പിടിച്ച് ആലുവയിലെത്തി. യാദവറാജിക്ക് അന്ന് രാത്രി തിരിച്ചു പോകണം. അപ്പോൾ അവിടുന്ന് ബോർഡിങ് അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്തിട്ട് യാദവറാജി അന്ന് പോയി. അപ്പോൾ ഈ തരത്തിൽ വളരെ എന്താ പറയുക, ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇതൊന്നും ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ കഴിവോ അങ്ങനെയൊന്നുമല്ല. ഒരു അദൃശ്യ ശക്തി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ചെയ്യണത് ആ തരത്തിലുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നന്മ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള, രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഈശ്വരീയ ശക്തി, സംഘകാര്യം ഈശ്വരീയ കാര്യമാണ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെട്ട ചില സന്ദർഭങ്ങൾ ഈ തരത്തിലാണ്. ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ ഒരുപാട് പ്രമുഖർ, അന്ന് പ്രമുഖരായിരുന്നില്ല, സംഘടനാ പ്രവർത്തകരായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്തെ പല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അന്ന് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേരെ പരിചയപ്പെടാനും അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നു. അതിൻ്റെ ചില അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതും ഇതേപോലെ തന്നെ അന്ന് അദ്ദേഹം അവിടുത്തെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അന്ന് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് വെങ്കയ്യജി ആന്ധ്രയിലെ സെക്രട്ടറി ആയിരുന്നു. സുശീൽ മോദി ബീഹാറിലായിരുന്നു. JPയുടെ വളരെ പ്രിയ പുത്രൻ എന്ന് വേണമെങ്കിൽ പറയാനാണ് എനിക്കിഷ്ടം. കാരണം അത്ര അന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ സുശീൽ മോദിയെക്കുറിച്ചൊക്കെ JP നേരിട്ട് പറഞ്ഞത് കേട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തോ എനിക്കറിയില്ല, ഞങ്ങളോടൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രവർത്തകർ എന്നുള്ളത്. ഞാനും അദ്ദേഹമായിട്ട് അത്ര വലിയൊരു പേഴ്സണൽ റാപ്പോ ഉണ്ടായിരുന്നു. അതിന് ഒരു കാരണം, അദ്ദേഹം വിവാഹം കഴിച്ചൊരു മലയാളിയാണ്, കോട്ടയത്തുള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ആ തരത്തിൽ അങ്ങനെ പറയുകയും ചെയ്തു, ഞാനൊരു പകുതി മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലുള്ള ബൈഠക്കുകൾക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ ചുമതലകൾ വഹിച്ച് ആ കാര്യങ്ങൾ ചെയ്തിരുന്നത് മോദിജി തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കിടക്കാനൊക്കെ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഹാളായിരിക്കും ഉണ്ടാവുക. അവിടെ ആകെയുള്ള ഒരു എന്താ പറയുക, ഒരു കിടക്ക എന്ന് പറയാൻ ഒരു ചെറിയ പായ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചമുക്കാളായിരിക്കും. നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് തലയിൽ വെച്ചിട്ടാണ് കിടക്കുക.
അത് എല്ലാവർക്കും കയ്യും കാലും ഒക്കെ നീക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല പലപ്പോഴും. പിന്നെ ചിലപ്പോൾ കുളിക്കാനും ടിഫിൻ കഴിക്കാനും ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ പോവുക. ഒരുമിച്ച് കിടക്കണേണ്ടെന്ന് വെച്ചാൽ ആ കിടക്കലൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങൾ പറഞ്ഞ് ബൈഠക്കുകൾ എന്നുള്ള രൂപത്തിൽ തന്നെ ഇങ്ങനെ പോകുന്നതായിരുന്നു കൂടുതൽ. അന്ന് ഇദ്ദേഹമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നുള്ള രാജ്കുമാർ ഭാട്ടിയ, അതുപോലെ ബാളാത്തേജി, യശ്വന്തറാവുജി കേൾക്കർ, ഈ തരത്തിലുള്ള ഉന്നതന്മാരുമായിട്ട്. അപ്പോൾ ഞാൻ പറയാനുള്ളത് യശ്വന്തറാവുജിയെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥി പരിഷത്തിലുള്ള ഭാസ്കറാവുജി എന്നാണ് പറയുക. കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി ശാസന ഇല്ലാത്ത രൂപത്തിൽ ശാസിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു വലിയൊരു കാരണവരായിരുന്നു. അവരുടെയൊക്കെ ഒരു കൂടെ ജീവിക്കുക എന്നുള്ളത്. അന്നും മോദിജി, ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒരു മടിയന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. 5 മണിക്കൊന്നും എണീക്കുന്ന സ്വഭാവം, 4 മണിക്ക് കിടന്ന് 5 മണിക്ക് എണീക്കുന്ന സ്വഭാവമില്ല. പക്ഷേ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ പല്ല് തേക്കാൻ പോകുമ്പോൾ മോദിജി ഏതെങ്കിലും ഒരു മൂലയിൽ പിന്നെ ഷർട്ടൊന്നും ഇടാതെ ഒരു ഇന്നത്തെ കാണുന്ന രൂപത്തിലുള്ളൊരു 2 മുണ്ടും പുതച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ സാധിക്കും. ഒരു ചന്ദനത്തിരിയും കൊത്തിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു മൂലയിലിരിക്കും. അന്നും ഈ വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതായിരുന്നു. അതിങ്ങനെ കാണുന്നൊരു ഇതുണ്ടായിരുന്നു. അത് ആ ബന്ധം വളരെ കൂടുതൽ ഇവിടെ വെച്ചിട്ട്. പിന്നെ ഈ കന്യാകുമാരി എന്നുള്ള യാത്ര മുരളി മനോഹർ ജോഷി ഇദ്ദേഹമായിരുന്നല്ലോ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നു, കുറേ സമയം കാലടിയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ അദ്ദേഹം ഓരോന്ന് പറഞ്ഞിട്ട്, പിന്നെ എന്തുകൊണ്ട് കാണുന്നില്ല, എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നുള്ള ആ ഒരു സ്നേഹമസൃണമായിട്ടുള്ള പരിഭവം എന്നുള്ള രൂപത്തിൽ അത് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയായപ്പോൾ ആ തരത്തിൽ കാണാം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പോലും ഞാൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ഒരിക്കൽ ഡൽഹിയിൽ വെച്ചിട്ട് കണ്ടു. നമ്മുടെ ശ്രീധരൻപിള്ളയുടെ ഒരു പുസ്തകം, എമർജൻസിയെക്കുറിച്ചുള്ള പുസ്തകം റിലീസിങ് അവിടെ വെച്ച് അദ്ദേഹം ചെയ്തു. അന്ന് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടാണ് ചെയ്തത്. അന്ന് കേന്ദ്രമന്ത്രിമാരും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയപ്പോൾ അവർ ഓരോരുത്തരായിരിക്കാനുള്ള കടത്തിവിടെ ഒരു വഴി കൂടി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പം ഞാനും കടന്ന് വന്നപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആര് എന്ന് പറയത്തുള്ളൊരു അടിയൊക്കെ തന്നെ കിത്തന സ്ഥലമാകയാ കഹാന്തിയാപ്പ് എന്ന് ഓർത്തിരുന്നു പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു അതിശയമായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഇത്രയും നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം ഇന്ന് ആ പദവിയിലിരിക്കണതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ശല്യം ചെയ്യാൻ പോകാറില്ല. ഈ തരത്തിൽ സാധാരണ പ്രവർത്തകരെ പോലും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു സ്വഭാവം അന്ന് മുതലേ. അന്ന് സംഘത്തിൻ്റെ പ്രചാരകമായിരുന്നു അദ്ദേഹം. പിന്നെ പിന്നെ അപ്പം അതുകൊണ്ടാണ് അത് വലിയൊരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ഈ പത്ര മേഖലയിൽ നിന്ന് പിന്തുണ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? അന്ന് എം ഗോവിന്ദൻ്റെ ഒരു ഇത് പുറത്തു വന്നിരുന്നല്ലോ, എഴുത്തോ നിൻ്റെ കഴുത്തോ എന്നുള്ള. അപ്പോൾ ഈ ഒരു ഭീഷണിയിൽ മുട്ടുമടങ്ങാതെ നിന്ന പത്രങ്ങൾ ഉണ്ടായിരുന്നോ ആരെങ്കിലും? പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇല്ല. പക്ഷെ പത്രപ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും അഭിമാനത്തോടെ ആദരവോടെ ഓർക്കുന്ന ഒരു പേരാണ് VM കോറാത്ത്. അപ്പോൾ VM കോറാത്ത് അന്ന് മാതൃഭൂമിയിൽ വളരെ ഉയർന്നൊരു സ്ഥാനം വഹിക്കുന്ന, ഒരു കാരണവരുടെ സ്ഥാനം വഹിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ആദർശവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് പിന്നെ അത് ഈവൻ എമർജൻസിക്ക് മുമ്പുള്ള കാര്യവും എമർജൻസി കഴിഞ്ഞിട്ട് പോലും അദ്ദേഹം ഉച്ചയ്ക്ക് സ്വതന്ത്രനായിരിക്കുന്ന സമയം എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ സമയത്തായിരിക്കും പോവുക. ഒരു ചാരുകസേരയുണ്ട്, അതിലിങ്ങനെ കിടക്കുമ്പോഴായിരിക്കും പോവുക. കണ്ണടച്ച് ഉറങ്ങുകയായിരിക്കില്ല. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നെ കുറച്ച് അടുപ്പമായപ്പോൾ വഴക്കുണ്ടാക്കാനും തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കൽ നമ്മുടെ കേസരി പത്രാധിപർ സുമാരേട്ടനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ഇയാൾ വിടുമെന്ന് വഴക്കുണ്ടാക്കി പോകുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ, പക്ഷേ എനിക്ക് സത്യം അയാൾ പോകുമ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നും നമ്മുടെ ചെറുപ്പക്കാർ ഈ തരത്തിൽ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരും ഉണ്ടല്ലോ എന്ന്. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ജസ്റ്റിസ് VM താർക്കുണ്ടെ ചേർന്നിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. ഈ എമർജൻസിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളുടെയും അതേപോലെ തന്നെ ഒപ്പീനിയൻ മേക്കേഴ്സിൻ്റേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതിൽ കൂടുതൽ ആൾക്കാരെ ചേർക്കുന്നുണ്ട്. കേരളത്തിൽ ആ തരത്തിലുള്ള ചുമതല പത്രക്കാരുടെയും ഗാന്ധി പ്രസ്ഥാനങ്ങളുടെയും ആൾക്കാരെ കാണേണ്ടതും സാഹിത്യകാരന്മാരെയും ആ ചുമതല എനിക്കായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരും ഇങ്ങനെ പോയി കണ്ടുകൊണ്ടിരുന്നു. അതിൽ കോറാത്ത് സാറ് നമ്മളെന്താണോ പറയുക ആ പേപ്പറിൽ ഒപ്പിട്ട് തന്നു അദ്ദേഹം.
അവിടുന്ന് ഒരു മെമ്മോറാണ്ടം പോലൊരു സാധനത്തിൽ ഒപ്പിടുക, രണ്ടാമതൊരു ചോദ്യമില്ലാതെ ഒപ്പിട്ട് തന്ന ആ തരത്തിൽ ഒരാൾ കൊറാത്ത് സാറായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ചില ആൾക്കാരെ കണ്ടു. അതിൽ വയലാ വാസുദേവൻ പിള്ള അദ്ദേഹം ഒപ്പിട്ട് തന്നു എന്ന് മാത്രമല്ല, ആ സമയത്ത് ഞങ്ങളൊരു സൗഹൃദം അവരോട് കീപ്പറേയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് എൻ്റെ ഒറിജിനൽ പേരറിയാം, എൻ്റെ അന്നത്തെ അണ്ടർഗ്രൗണ്ട് പേര് വിജയൻ എന്നായിരുന്നു. വീണു എറണാകുളത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ വേറെ എങ്ങും പോണ്ട, നേരെ ഗാന്ധി ഭവനിൽ വന്നാൽ മതി. ഇവിടെ പോലീസൊന്നും വരില്ല. ഗാന്ധി ഭവൻ ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം ഏർപ്പാടാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നാൽ എൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്ന് ഗാന്ധി ഭവനായിരുന്നു. അദ്ദേഹവും ഇതേപോലെ മുന്നിൽ നിന്നുകൊണ്ട് ഇത് കാര്യങ്ങൾ ചെയ്തിരുന്നു. അവിടെ ജനാർദ്ദന പിള്ള സാറിനെയും ഗോപിനാഥൻ സാറിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. അവരാദ്യം ഇത്തിരി കാര്യമായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നാലെ ഈ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവരുടെ സഹകരണവും കുറഞ്ഞു. പിന്നെ മന്മഥ സാറ് ആയിരുന്നു അത്തരത്തിൽ നമ്മളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി. അദ്ദേഹം സുകുമാർ അഴീക്കോട്, അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. പേഴ്സണൽ പരിചയമുണ്ട്. പ്രൊഫസറായിരുന്ന സമയത്ത് അന്ന് അദ്ദേഹം അവിടെ PVC ആയിരുന്നു. ഞാനും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ മധുസൂദനൻ പിള്ളി, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ക്വാർട്ടേഴ്സിൽ പോയത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. നിങ്ങൾ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപൂർവമായ പ്രതികരണം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം, പക്ഷേ ഈ തരത്തിലുള്ള റെക്കോർഡിക്കലി ഒരു കാര്യം ചെയ്തു തരാൻ അത് ശരിയാവില്ല. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ സൗഹൃദം വിട്ടിട്ടില്ല. അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ പുസ്തകോത്സവത്തിനുണ്ടായിരുന്നു. വന്നാൽ അവസാനം പോകുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് പോയിട്ട് കാപ്പിയെ കുടിച്ചിട്ടേ പോകാറുള്ളൂ. അത് അങ്ങനെ. അപ്പോൾ അദ്ദേഹവും പോലും ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം, ഒരു ഭീമൻ നായർ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരു ഗാന്ധി ഇതിൻ്റെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ കുറേയേറെ ഇതൊക്കെ കേട്ട് വലിയ സന്തോഷത്തിലിടുന്നു. കുരുക്ഷേത്രയൊക്കെ കൊടുത്തു. ഈ തർക്കുണ്ട അദ്ദേഹം എഴുതിയ കത്ത് കാണിച്ചു. ഇത് വായിച്ച് ഇനി എന്താ ചെയ്യേണ്ടത്, അത് അങ്ങൊന്ന് ഒപ്പിട്ട് തരണം. അയ്യോ, ഒന്ന് തീയിൽ ചവിട്ടിയതും അയ്യോ, ഞാനത് ചെയ്യില്ല. എൻ്റെ കുഞ്ഞെ, ഞാനിന്ന് എൻ്റെ ഭാര്യയുടെ ഭർത്താവ് മാത്രം, ഈ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഞാനൊരിക്കലും മറക്കില്ല. ഞാൻ ധാരാളം ആ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലം. എൻ്റെ ഭാര്യയുടെ ഭർത്താവ് മാത്രമാണ്. ഇനി ഈ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുതേ. ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഞാൻ പറഞ്ഞു, വഴിയിൽ പോയി കുറേ പേരൊക്കെ കണ്ടു. ഈ തരത്തിലുള്ള പിന്നെ അതുപോലെ എതിർത്ത് നമ്മൾ പ്രതീക്ഷിച്ച് പോയി എതിർത്ത്. അന്നവിടെ കോഴിക്കോട് പ്രദീപം എന്നൊരു ഈവനിങ് പത്രം ഉണ്ടായിരുന്നു, തിരുവത്ത് രാമൻ. അദ്ദേഹവും ഇതേപോലുള്ള കാര്യങ്ങൾക്ക് പേഴ്സണൽ ടോക്കിൽ എതിർത്ത് സംസാരിക്കണതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അദ്ദേഹവും ഒപ്പിട്ട് തരാൻ തയ്യാറായില്ല. അനുകൂലിച്ച ഒരു പ്രധാന പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കൊറാത്ത് സാർ മാത്രമാണ്. സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരിക്കുമല്ലോ ആദ്യം തന്നെ രംഗത്തിറങ്ങുക. കേരളത്തിൽ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചത്? അതും വളരെ രസകരമായ സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അന്ന് MA ബേബി പ്രസിഡൻറ്റ്, കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി, പിന്നെ തോമസ് ഐസക്ക് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു വിദ്യാർത്ഥി സമിതി ഉണ്ടാക്കിയിരുന്നു. അന്ന് MA ജോണിന് ഇവിടെ ഷേണായിസിൻ്റെ അടുത്തൊരു, അന്ന് അവിടെ അനന്തേട്ടൻ്റെ വീട്ടിനടുത്തൊരു വീടുണ്ടായിരുന്നു. അതാണ് അവരുടെ പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ ഓഫീസ്. ജോൺ ജോസഫ് തുടങ്ങിയിട്ടുള്ള ദേവസി, P രാജേട്ടൻ, അങ്ങനെയുള്ള കുറേ പേര്. അപ്പോൾ രാജേട്ടൻ്റെയൊക്കെ അന്നുള്ള ആ ഒരു സമീപനം നമുക്ക് വളരെ എന്താ പറയുക, ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും, അന്ന് മാതൃഭൂമിയിലെ ഉദ്യോഗസ്ഥനും കൂടെയാണ്, അദ്ദേഹം ചെയ്തു തന്നിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. എന്നിട്ട് അതിൽ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, AKG പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് വേറെ ആർക്കും കേൾക്കാനോ സാധിക്കാനോ അതിൻ്റെ ഒന്നും കിട്ടാൻ വഴിയുണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രസംഗം മുഴുവനും നമ്മളത് അവിടുന്ന് കൊണ്ടുവരാനുള്ള നമ്മുടെ ഏർപ്പാടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തു. പ്രത്യേകിച്ച് കേരളത്തിൽ അത് കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഭാഷയും ഒറിജിനലും അത് പ്രിൻ്റ് ചെയ്തു. അന്ന് ഞാനവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു. ബേബിക്ക് ഇത് കൊടുത്തു. ബേബി ഇത് മേടിച്ചിട്ട്, വീണു ഇത് ശരിയാണോ, ഇത് ശരിയാണോ? അയാളുടെ മുഖം ഇപ്പോഴും
സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം അസംഭവ്യം എന്നുള്ളൊരു കാര്യം സംഭവിച്ചു എന്നുള്ളൊരു ആ മനോഭാവത്തിൽ അയാൾ എന്തോ ഒരു അമൂല്യ നിധി കിട്ടിയത് മാതിരി ഒരു പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ആർക്കെങ്കിലും കിട്ടുന്നത് ഇതാദ്യമാണ്. ഇതെങ്ങനെ നിങ്ങൾക്കതൊക്കെ സാധിക്കണോ? ഞാൻ പറഞ്ഞു അതാണ് സംഘം, അതാണ് സംഘത്തിന് സാധിക്കാത്ത ഒന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ ഇന്ദിരാഗാന്ധി ഇത്രയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അത് ഇന്ദിരാഗാന്ധിക്കും അറിയാം, അവരുടെ ശിങ്കിടികൾക്കും അറിയാം. അതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചില ലഘുലേഖകൾ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറായി പ്രിപ്പയർ ചെയ്തു. അത് എല്ലാം നമ്മൾ തന്നെയാണ്, ഞാനും ഉണ്ടാവും, ടി സതീശനും കൂടെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് അവരെല്ലാവരും വായിച്ചു. NSOയുടെ ഗംഗാധരൻ, പിന്നെ ഇന്നത്തെ കെ സുധാകരൻ ഇവിടെ വരില്ല, കോഴിക്കോട് മുതൽ അങ്ങോട്ടുള്ള ആ കാര്യങ്ങൾ അയാൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ അതിൻ്റെ എത്ര കോപ്പി വേണം, അപ്പോൾ അതെങ്ങനെ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വലിയ പ്രസ്സുകളും ഈവൻ പത്രത്തിൻ്റെ പ്രസ് ഇതുണ്ടല്ലോ, അതിലെവിടെയെങ്കിലും പോയി അടിച്ചാൽ പോരെ, അതൊന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലാത്ത ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് തരാം, ഞങ്ങൾക്ക് പ്രസ്സില്ല, പത്രമില്ല, ഒന്നുമില്ല, ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് തരാം, ഇന്ന് തന്നെ ഇത്രയും കേരളത്തിൽ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ടല്ലോ, അത് ചെയ്യാം. അങ്ങനെ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഞങ്ങളുടെ ഇല്ല, അത് നമ്മളെല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5 അത് NSU, പിന്നെ പരിവർത്തനവാദി, SFI, വിദ്യാർത്ഥി പരിഷത്ത്, പിന്നെ ആരോ ഒരു കൂട്ടരും കൂടി ഉണ്ടായിരുന്നു. 5 വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് എല്ലാം കൂടെ ഒരു 4000, ഞങ്ങൾ നേരത്തെയൊക്കെ ചോദിച്ചു വെച്ചിട്ടാണ്, ഏകദേശം ഒരു ഇത്രയും കോപ്പിക്ക് 4000-ഓളം രൂപ ആവും. അന്ന് 4000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അപ്പോൾ ഓരോരുത്തർ 800 രൂപ വീതം തരണം ഏറ്റു. അതിൽ 4 കൂട്ടരും 800 രൂപ തന്നു, ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. SFI മാത്രം തന്നിട്ടില്ല. അതിപ്പോഴും സതീശൻ അതിങ്ങനെ ദേഷ്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ അത് ഞാൻ ഒരിക്കൽ ഡൽഹി പോയപ്പോൾ അവിടെ AKG ഭവനിൽ പോയിരുന്നു. പിന്നെ എവിടെയെങ്കിലും പ്രോഗ്രാമിനൊക്കെ വെച്ചിട്ട് ബേബിയെ ഒരുമിച്ച് കാണും. ആ ഒരു സ്നേഹവും അങ്ങനെ ഒരു മന്ത്രിയായിരുന്നപ്പോഴും 1-2 പ്രാവശ്യം ചില പ്രോഗ്രാമിന് വെച്ച് കണ്ടിരുന്നു. അയാളിങ്ങനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ബേബി ഒരു രഹസ്യം പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട്, എന്താ എപ്പോഴും രഹസ്യം പറയണം, പണ്ടത്തെ ആ 800 രൂപ ഇതുവരെ കൊടുത്തില്ല കേട്ടോ. അയാളിങ്ങനെ ചിരിച്ചു തരും. അത് എന്ന് സൂക്ഷിക്കാൻ പറ്റിയ ഒരു രഹസ്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയും. ഈ രൂപത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു. അതിൽ എറണാകുളത്തും കോട്ടയത്തും ആലപ്പുഴയും, ഈ 3 ജില്ലകളിൽ മാത്രമേ മീറ്റിംഗ് നടന്നുള്ളൂ. ആലപ്പുഴ മീറ്റിംഗ് നടത്തിയ മറ്റ് 2 സ്ഥലത്തും നമ്മുടെ ഏർപ്പാടും, ആലപ്പുഴ അവരുടെ ഏർപ്പാടിലുമായിരുന്നു. അവിടെ ഈ ബോട്ട് ക്ലബ്ബ് ഈ ബോട്ട് തൊഴിലാളികളുടെ അസോസിയേഷൻ്റെ വലിയൊരു ഓഫീസുണ്ട്. അന്ന് അവിടെ കസേരയ്ക്കെന്ന് പറഞ്ഞാൽ സെറ്റി കസേരകളൊക്കെ ഇട്ടെങ്കിലത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ എനിക്ക് കാര്യം, കാരണം അത്രയും ഒരു ലക്ഷൂറിയസ് ഓഫീസ് ഞാൻ കണ്ടിട്ടില്ല. ഞാനീ പറയണത് ആ 75-നോടനുബന്ധിച്ച സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേബി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള മുദ്രാവാക്യം മാറ്റിയിട്ട് ഇപ്പോൾ ഇത്രയും ലക്ഷൂറിയസ് കാര്യങ്ങൾ നഷ്ടപ്പെടാൻ ഇടയായാലോ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഇതിനൊന്നും മുന്നിൽ നിൽക്കാത്തത്? ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി എല്ലാ സ്ഥലത്തും കൂടുതൽ ആൾക്കാർ വരണം നമ്മുടെയാണ്. പിന്നെ അവർക്ക് പാർട്ടിയിൽ നിന്ന് പോലും ആ തരത്തിലുള്ളൊരു ഇത് കിട്ടിയിരുന്നില്ല. അതിൻ്റെ കാരണം പിന്നെ EMS പറയും ചെയ്തിട്ടുണ്ട്, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്നുള്ള അതിൽ 3-ാം വോള്യത്തിൽ 167-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നിയമാനുസൃതമായ വഴിയിൽ കൂടെ മാത്രം പ്രവർത്തിച്ചു പോയാൽ മതി, ഈ അടിയന്തരാവസ്ഥയ്ക്ക് മാറ്റം വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യത്തിലും സമരങ്ങളിലും ഒന്നും പോകാൻ പാടില്ല. പക്ഷേ ബോണസ് 4% കുറച്ചതിൻ്റെ പേരിൽ ആ പേരിൽ വേണമെങ്കിൽ തൊഴിലാളികൾക്ക് സമരം നടത്താം. സമരം നടത്താൻ ആരും ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കരുത്, അന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് EMSൻ്റെ തൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ തരത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നവർ ഞങ്ങളാണ് എന്ന് പറയാൻ ഒരിതില്ല. പിന്നെ അവർ കുറേ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്, ശരിയാണ്. അതാരും തന്നെ ഒരു സമരം നടത്തി പോയവരല്ല.
ആദ്യം തന്നെ അറസ്റ്റിലായ ആദ്യം തന്നെ പ്രിക്കോഷണറി ഇതെന്നുള്ള രൂപത്തിൽ അറസ്റ്റ് ചെയ്ത ആളാണ്. പിന്നെ ഇതാണ് അവരുടെ ഇത്. പിന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മളുടെ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടന്നിരുന്നു. അതിൽ എനിക്കിപ്പോഴും എല്ലാ കോളേജുകളിലും നമ്മൾ മുൻപ് നടത്തിയിരുന്നത് പോലെ തന്നെ മീറ്റിങ്ങുകൾ നടന്നിരുന്നു. അങ്ങനെ എല്ലാ നമ്മുടെ സത്യാഗ്രഹങ്ങളിൽ നവംബർ 14 തുടങ്ങിയ സത്യാഗ്രഹങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ അതിൽ നല്ല നമ്പറിൽ പങ്കെടുത്തിരുന്നു. അതിൽ വളരെ ദയനീയമായിട്ട് സ്വന്തം ശരീരം നശിച്ചവരും ഉണ്ട്. അവർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കാണുമ്പോൾ അവർ അത്രയും ക്രൂരമായിട്ട്, കാരണം പലരും കാണുമ്പോൾ തന്നെ അത്തരത്തിലൊരു കുഴപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുള്ള ചെറുപ്പക്കാരാണെന്ന് കാണുമ്പോൾ ഇവർക്ക് എന്താണെന്നറിയില്ല, പോലീസുകാരുടെ ആ മൃഗീയ സ്വഭാവം വന്നിട്ട് അത് അങ്ങനെ ചെയ്യുന്ന ഇതുണ്ടായിരുന്നു. അതിനുശേഷം അവർ ആലപ്പുഴ മീറ്റിങ്ങിന് ശേഷം പിന്നെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. അവരതിന് തയ്യാറായില്ല അവരുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ജില്ലകളിലും ആ മീറ്റിംഗ് നടന്നു. പിന്നെ കോഴിക്കോട് വെച്ചിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. അത് അന്നത്തെ മുസ്ലിം ലീഗിൽ നിന്ന് വിഭജിച്ചു പോയ നാഷണൽ ലീഗ് അങ്ങനെ ഒന്നും ഉണ്ടല്ലോ, ഇന്ത്യൻ ബാഫക്കിത്തങ്ങൾ അല്ലല്ല, പിന്നെ അവരുടേത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഈ ഹോട്ടൽ. അങ്ങനെ പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് സുധാകരൻ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഗംഗാധരൻ ഉണ്ടായിരുന്നു, NSOയുടെ, പിന്നെ ശ്രീധരൻപിള്ള, ഇങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. അപ്പോൾ ആ ഹോട്ടൽ ഉടമ പറഞ്ഞത്, മാനേജറെ വിളിച്ച് പറഞ്ഞത്, ഇപ്പോഴോ അവർ ഇന്ദിരേൻ്റെ അടിയന്തരത്തിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യണവരാണ്, ഓർക്ക് എന്ത് വേണോ നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഇയാളിങ്ങനെ പറയണത്. പിന്നെ അവിടെ 2 പ്രാവശ്യം മീറ്റിംഗ് കൂട്ടിയുള്ളൂ, പിന്നെ അവിടെ പോയിട്ടില്ല. ഈ തരത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുകൂടാതെ എൻ്റെ മനസ്സിൽ ഏറ്റവും മനസ്സിനെ ഇന്നും ഒരു വേദനയോടുകൂടി, അല്ലെങ്കിൽ അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനെ അസ്വസ്ഥമാകുന്ന 2 സംഭവങ്ങളുണ്ട് അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൽ ഒന്ന്, സത്യാഗ്രഹം തുടങ്ങുന്ന ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും സത്യാഗ്രഹം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിൽ കണ്ണൂർ, കാസർഗോഡ് അതിൻ്റെ ചുമതല എനിക്കായിരുന്നു തോന്നിയിരുന്നത്. അവിടെ ചെയ്യുക, അവർ തലേ ദിവസം അവിടെ എല്ലാവരെയും കൊണ്ടുവരിക, അവരെ എല്ലാ ഏർപ്പാടും അതിൻ്റെ ഡയറക്ഷൻസൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അത് പോകുക എന്നുള്ളത്. അപ്പോൾ കണ്ണൂർ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിക്കാനുള്ളൊരു ഏർപ്പാട്. അവിടെ നമ്മുടെ ഒരാളുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, താക്കോലവിടെ വച്ചിട്ട് പോകും, ആ സ്ഥലം അറിയാം, അത് എടുത്തിട്ട് തുറന്ന് അവിടെ താമസിക്കുകയൊക്കെ. അപ്പം അന്ന് ഈ 11 പേര് 3 ക്വാർട്ടേഴ്സുകളായിട്ടാണ് താമസിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ട് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടെ പോയി കാപ്പിയെ കുടിച്ചിട്ട് മാക്സിമം എത്രത്തോളം കഴിക്കാമോ അത്രത്തോളം കഴിക്കാൻ പറഞ്ഞിട്ട് ആ തരത്തിൽ കൊടുത്തിട്ട് പിന്നെ അവർ അവിടെ നിന്ന് പ്രകടനമായിട്ട് മുനീശ്വരൻ കോവിലിൻ്റെ അങ്ങോട്ടേക്ക് വരികയായിരുന്നു. കുറച്ച് പേര് മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഈ മനോഹർ സാർ എഴുതി കൊടുത്ത ആ ഒരു മുദ്രാവാക്യം, പിന്നെ മറ്റുള്ളവർ ഈ ലഘുലേഖ വിതരണം ചെയ്തിരുന്നു. മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പോലീസ് ജീപ്പ് എത്തി. അവർ ചാടി വീണു. എല്ലാവരും ആദ്യം കണ്ട ഒരു നാരായണേട്ടൻ ഉണ്ടായിരുന്നു, അങ്ങേരുടെ തലയ്ക്കിട്ട് അടി കൊടുത്തു. അങ്ങനെയാണ് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത്. തലയ്ക്ക് അടിച്ചു. പിന്നെ എല്ലാവരും ഓടടാന്ന് പറഞ്ഞിട്ട് അടിച്ചോടിക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആരും ഓടരുത്, അടി വന്നാൽ അവർ പരസ്പരം കൈ ഇങ്ങനെ പിണഞ്ഞ് കെട്ടിയിട്ട് അവിടെ കിടക്കുക, ഇത്തരത്തിലാണ്. അപ്പോൾ ആ രൂപത്തിൽ കിടന്നു. അവർ പിന്നെ എല്ലാവരുടെയും തല അടിച്ചു പൊട്ടിച്ചു, സർവരുടെയും. അതൊരു കുറച്ച് സമയം ഇങ്ങനെ ഞാനൊക്കെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കണം, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അത്ര ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു. അതിൽ മനുഷ്യരൂപമുള്ളൊരു മൃഗമെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അപമാനിക്കലായിരിക്കും. അയാളുടെ പേര് പുലിക്കോടൻ നാരായണൻ എന്ന് പിന്നീട് അറിഞ്ഞു, എനിക്കറിയില്ലായിരുന്നു അന്ന്. അയാൾ വന്നിട്ട് ഈ നിലത്ത് ചോര ഒലിച്ച് നടത്ത് കിടക്കുന്ന ആൾക്കാർ അയാളുടെ ബൂട്ടിട്ട് ചവിട്ടുകയായിരുന്നു. അടുത്ത് നിന്നൊരു തൻ്റെ ലാത്തി മേടിച്ചിട്ട് തലയടിച്ച് പൊട്ടിക്കലും ബൂട്ടിട്ട് ചവിട്ടലും, അങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂസ് നടത്തിക്കൊണ്ടേയിരുന്നു. അവർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ ശബ്ദം നേർത്ത് ഇല്ലാതായി. എന്നിട്ടും ഇയാൾ നിർത്തുന്നില്ല. ചോര ഇങ്ങനെ റോഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ആൾക്കാരിങ്ങനെ അതിലേക്ക് ഇത് കണ്ടിട്ടൊരു സ്ത്രീ ബോധം കെട്ട് വീണു ദൂരെ. അവരുടെ അടുത്ത് ചില ആൾക്കാർ പോയപ്പോൾ അവരെ തല്ലാൻ ഇവർ പോയി, ആൾക്കാരെ അടിച്ചോടിക്കാൻ. ആൾക്കാർ ഒരുമിച്ച് കൂടുന്നവർക്ക് ഭയമാണല്ലോ.
അങ്ങനെ കണ്ടുകൊണ്ട് നിന്നവരെല്ലാവരും പിന്നെ ഒരു അടുത്ത വന്ന പോലീസ് ജീപ്പിൽ വന്നവർ അവിടുത്തെ കാഴ്ചക്കാരെ മുഴുക്ക അടിച്ചോടിക്കുകയായിരുന്നു. ഇതിൽ ഈ ഈ ക്രൂരതയ്ക്ക് എന്താ വാക്കണമെന്ന് അല്ല അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ ട്രാഫിക് ഐലൻഡ് ഉണ്ട്, അതിൻ്റെ മുകളിലൊരു പോലീസുകാരൻ സ്റ്റോപ്പിൻ്റെ ആ ബോർഡും പിടിച്ചു വന്നു. അവന് ഇതൊക്കെ കണ്ടപ്പോൾ അവനും കൂടുതൽ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ആരാന്ന് എനിക്കറിയില്ല. പിന്നെ അയാൾ ചാടി വന്നിട്ട് അയാൾ ബൂട്ടിട്ട് അവരെ ചവിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം പോലീസ് ജീപ്പ് വന്നു ഓരോരുത്തരെ വലിച്ചഴച്ചിട്ട് ജീപ്പിൻ്റെ അടുത്ത് പോലീസ് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ ചാക്കൊക്കെ എറിയില്ലേ അതേമാതിരി കയ്യിൽ രണ്ട് കാലിൽ തൂക്കിയിട്ട് എറിയുകയായിരുന്നു അവരെ. എന്നിട്ട് കൊണ്ടുപോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതുവരെ ഞാൻ സാക്ഷിയാണ് ഇതിനെല്ലാം. പക്ഷെ അവരെ കൊണ്ടുപോയത് അവിടെ അടുത്ത പോലീസ് ഗ്രൗണ്ടിലാണ്. അവിടെ എല്ലാത്തിനെയും വലിച്ച് താഴെ ഇറക്കിയിട്ടിട്ട് അവിടെയും വീണ്ടും ഇതെല്ലാം തുടങ്ങി. അതിൻ്റെ മറ്റൊരു അവസ്ഥ, അടുത്ത ദിവസം സത്യാഗ്രഹത്തിന് പോകേണ്ട ആൾക്കാരും ഇതിൽ കാഴ്ചക്കാരാണ്. അവരിതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ തലേദിവസം വിളക്കൊക്കെ കൊളുത്തി വെച്ച് പ്രതിജ്ഞയൊക്കെ എടുത്ത് എന്ത് പ്രകോപനം ഉണ്ടായാലും നമ്മൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഈ തരത്തിൽ അപ്പോൾ അവരുടെ മനസ്സിലുള്ളൂ നാളെ എനിക്കും ഇതൊക്കെയാണ് അവസ്ഥ, അപ്പോൾ ഞാൻ ഇനി പോകണോ എന്ന് ചിന്തിച്ചവർ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല, ഒരാൾ പോലും. പിറ്റേ ദിവസം തളിപ്പറമ്പിൽ നിന്നുള്ള ബാച്ച്, ഇത് ഞാൻ പിന്നീട് അറിഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടതല്ല. അപ്പോൾ അവർ തലേദിവസം അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാതെ ചില ആൾക്കാർ ഞാൻ മറ്റന്നാളാണ് അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് പോകണമെന്ന് പറഞ്ഞവർ. ഇതൊരു വല്ലാത്തൊരവസ്ഥയിൽ എന്തിനു വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ, കുറ്റം ചെയ്തിരുന്നവരാണോ, രാജ്യദ്രോഹമാണോ, മോഷണം, ഇതൊന്നുമല്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം, നമുക്ക് നമ്മുടെ സംസ്കാരം നിലനിർത്തണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ. അവർ ഈ തരത്തിൽ, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച്, എനിക്ക് തോന്നുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് പോലും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ തരത്തിൽ നിരന്തരം മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുള്ളവരുണ്ടാവുന്നതിന് അവർ വെടിവെച്ച് കൊല്ലുമായിരിക്കും. ഈ തരത്തിൽ ആരെങ്കിലും ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം അവരുടെ അനുഭവിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാടുകൾ, അവർ ഓരോ സംഭവങ്ങളും ഓരോ സത്യാഗ്രഹത്തിന് പോകുന്നവരെ ഏതൊക്കെ തരത്തിൽ ഈ തിരൂര് അവരെ ചെളിവെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ നാവ് കൊണ്ട് അങ്ങനെ കുറേയേറെ സംഭവങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ അതുണ്ട്. മരണത്തെ വെല്ലുവിളിച്ചവർ എന്നൊരു പുസ്തകവും അതിൽ 2-3 പുസ്തകങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ഈ തരത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സംഭവം. മറ്റൊരു സംഭവം കക്കയം പോലീസ് ക്യാമ്പിൽ ഉണ്ടായൊരു സംഭവമാണ്. ഇവിടെ ഈശ്വര വാര്യർ സാറുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു എമർജൻസിക്ക് ശേഷം. രാജൻ്റെ അച്ഛൻ. അപ്പോൾ ഇദ്ദേഹത്തെ രാജനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുന്നമംഗലം RECയിൽ ഞാൻ പോയിരുന്നു. വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തനം, ഞാനവിടെ സ്ഥിരം പോകുന്ന ആളായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അത് നമ്മുടെ ചില പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നാൽ എൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതറിയാത്ത ഒരാളെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് നക്സലൈറ്റിൻ്റെ മുറിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കിട്ടും. ഞാൻ രാജൻ താമസിച്ചിരുന്ന മുറിയിൽ പോയിരുന്നു. രാജൻ്റെ കൂട്ടുകാരൻ കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വനാഥനാണ് എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് അത് ക്ലിയർ അല്ല. അയാൾ എന്നെ കൊണ്ടുപോയി, ഇതാണ് രാജൻ്റെ കിടക്ക, ഇതാണ് രാജൻ നക്സലൈറ്റോ അങ്ങനെയൊന്നും അല്ല. അയാളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഒരാളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ 4 രാജന്മാരെ അറസ്റ്റ് ചെയ്തു. അതിലൊരു രാജനാണ് ഇയാൾ. വളരെ ലീനും പിന്നെ ആരോഗ്യമില്ലാത്ത ആളായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തപ്പോൾ അയാൾ മരിച്ചു പോയത്. അതിൽ വേറൊരു രാജനെ മർദ്ദിച്ച് അയാൾ പുറത്ത് വന്നിട്ട് അയാൾ മരിച്ചു. ഭാര്യയും കൂടെ, ആദ്യം ഭാര്യയും ഇയാളും കൂടെയാണ് അത് മരിച്ചു. അങ്ങനെ 4 രാജന്മാർ അറസ്റ്റ് ചെയ്തവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് രാംകുമാറും ഞാനും ഈശ്വര വാര്യർ സാറും കൂടെ അവിടെ പോയി. അപ്പോൾ കോഴിക്കോട് നിന്ന് ബെൻഹറേയും കൂട്ടി. ബെൻഹറും രാജൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത നക്സലൈറ്റ് നേതാവായിരുന്നു. ബെൻഹറും പറഞ്ഞു അയാൾക്ക് നക്സലൈറ്റ് ഒരു ബന്ധവുമില്ല. ബെൻഹർ നക്സലൈറ്റ് നേതാവാണ്, ഒരു ബന്ധവുമില്ല, അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതാണ് ബെൻഹർ പറഞ്ഞത്. അവിടെ കൊണ്ട് അതൊക്കെ നടന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ പോയി. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈശ്വര വാര്യർ സാറിൻ്റെ കൈ ഞാൻ പിടിച്ചിട്ടാണ് ഇങ്ങനെ നടന്നു. ഈ മുറിയിലാണ്, ഇവിടെയാണ് രാജനെ കിടത്തിയിരുന്നത്. ഞാനിവിടെയായിരുന്നു. എനിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഞാൻ ഈ വഴിക്കാണ് പോയത്. അപ്പോൾ തലേദിവസം രാത്രി രാജൻ്റെ നിലവിളി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. മൂത്രമൊഴിക്കാൻ പോയപ്പോൾ രാജൻ ഈ ബെഞ്ചിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ഉറങ്ങുകയാണോ ജീവനുള്ളതാണോ ഇതൊന്നും എനിക്കറിയില്ല. ശരീരം അവിടെ കിടപ്പുണ്ട്. കൊണ്ടുവന്നപ്പോൾ കണ്ടിരുന്നു, അതുകൊണ്ട് ആളെ അറിയാം എന്ന് പറഞ്ഞു.
അപ്പോൾ ഇച്ചറ്റ് സാർ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ആസ്ബറ്റോസ് ഷീറ്റ് വെച്ചിട്ടാണ് റൂമുകളൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. അവിടെ കക്കയം ഡാം പണിയാൻ സമയത്ത് കെട്ടിയിരുന്ന സെമി പെർമനൻറ്റ് ഷെഡുകളാണ് ഇവർ ഈ രൂപത്തിൽ മാറ്റിയെടുത്തത്. അത് അതിൽ ചില കറുത്ത പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഒരു ബെഞ്ചിൻ്റെ മുകളിൽ, ആ ഉയരത്തിൻ്റെ മുകളിൽ. ആ ബെഞ്ചിൻ്റെ താഴെ കാണുന്നില്ല. അപ്പോൾ രാജൻ പറഞ്ഞു, ഈ ബെൻഹർ പറഞ്ഞു, ഇത് രാജനെ അവർ തല്ലി ഇപ്പോൾ തെറിച്ച ചോരപ്പാടുകളാണിത്. അന്ന് ഞാൻ കണ്ടിരുന്നു ചോര ഇങ്ങനെ അവിടെ തെറ്റി, ആ ചോരപ്പാടുകളാണിത്. അന്ന് നല്ല കറുത്ത. ഇത് കേട്ടപ്പോൾ ഭാരതി സാറ് എൻ്റെ കയ്യിൽ പിടി ഇങ്ങനെ മുറുകി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിട്ടു. എന്താ പറയേണ്ടതെന്ന് നമുക്കും അറിയില്ല. എന്നിട്ട് ആ ചുവരിൽ പോയിട്ട് ഇങ്ങനെ തടവി അദ്ദേഹം. ആ പറയുമ്പോൾ സ്വന്തം മോൻ്റെ ശരീരത്തിൽ തടവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നു. പിന്നെ കുറേ സമയം മിണ്ടിയിട്ടില്ല അദ്ദേഹം. അപ്പോൾ രാംകുമാർ സാറും പിന്നെ ബെൻഹറും ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു മകന് ജന്മം കൊടുത്ത് മകൻ്റെ ശരീരം പോലും കാണാൻ അനുവദിക്കാതെ അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കൂറിലധികം അവിടെ ചിലവഴിച്ചു. താഴെ ഒരു ചെറിയൊരു കടയുണ്ട്, ഒരു ചായക്കട. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി. അപ്പം പറഞ്ഞു, അവർക്ക് അറിഞ്ഞു ഇങ്ങനെ ഇന്നാരാണ് എന്നറിഞ്ഞു. അപ്പോൾ ആ കടയുടെ ആൾക്കാർ പറഞ്ഞു, സാറേ അന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് പഞ്ചസാര ചാക്കുണ്ടാവുമോ എന്ന് അന്വേഷിച്ചിട്ട് വന്നു. എന്നിട്ട് അത് മേടിച്ചുകൊണ്ട് വരാൻ ആളെ അയച്ചു. അത് അവർ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ഇയാൾ നിന്നപ്പം ഞാൻ അയാളോട് പറഞ്ഞു, വേണ്ട, കൂടുതൽ പറയണ്ട, അദ്ദേഹത്തിന് കൂടുതൽ വിഷമമാക്കണ്ട. ഈ തരത്തിൽ അത് ചെയ്ത ആ 3 പോലീസ് ഓഫീസർമാരും അവർ നരകിച്ചാണ് മരിച്ചത്. ചില ആൾക്കാർ ഒരുത്തൻ ഇപ്പോഴും ഉണ്ടെന്നോ, അതോ അവർ ജയിലിൽ കിടന്നു, അതൊക്കെ പോട്ടെ, ലക്ഷ്മണായാലും ശരി, ഇങ്ങനെയുള്ള അവർക്ക് ആ സംഭവങ്ങൾ കുറേ ഉണ്ട്. നമ്മുടെ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, ഞാനത് പറയുന്നില്ല. ഈ 2 സംഭവങ്ങളും ഒരിക്കലും ഒരു ജീവിതത്തിൽ മറക്കാൻ അദ്ദേഹത്തിൻ്റെ ആ പിടി. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണീരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. കണ്ണീരല്ല, ചോരയാത്, നിറം ചോരയുടെ അല്ലെങ്കിൽ പോലും പെട്ടെന്ന് സംസാരിക്കാതെ. അത് കഴിഞ്ഞിട്ട് ഭാരതി സാറ് നേരിട്ട് പറഞ്ഞുകൊണ്ട്, വേണു, എനിക്ക് അച്യുതമേനോനെയും കരുണാകരനെയും നേരിട്ടറിയുന്ന ആളാണ് ഞാൻ. നിങ്ങളൊക്കെ അച്യുതമേനോനെ ഇങ്ങനെ പൂട്ട് പൂജിക്കണതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചെന്ന് ഈ കത്തൊക്കെ കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം അയാൾ ആ വാക്ക് തന്നെ പോയി. അയാൾ എന്നോട്, പിന്നെ ഞാൻ എന്താ തൻ്റെ മോനെ നോക്കിയത് ഞാൻ നടക്കണോ, ഇറങ്ങി നടക്കണോ, അതാണോ താൻ ഉദ്ദേശിക്കണത്? അത് കേട്ടതിന് ശേഷം ഞാൻ പിന്നെ അയാളുടെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ അച്യുതമേനോൻ്റെ മറ്റൊരു മുഖമാണ് ഇദ്ദേഹം നമുക്ക് തുറന്ന് കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ ഇത് എന്നോട് ഇത് ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവല്ല, എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഈ തരത്തിലുള്ള സംഭവങ്ങൾ കുറച്ചൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ദിരാഗാന്ധി ഇത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. അവർ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത് മുതൽ തന്നെ അവർക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾക്ക് വിഘാതമായി നിൽക്കും എന്ന് കരുതിയവരെ ഓരോരുത്തരായിട്ട് അവർ ഇല്ലാതാക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ റഷ്യൻ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഇത് വന്നിട്ട് ദീൻദയാൽജി മുതൽ തുടങ്ങിയതാണ് 67 ലോഹിയെ, റാം മനോഹർ ലോഹിയ, അദ്ദേഹം വയറുവേദനയായിട്ടാണ് ആശുപത്രിയിലെത്തണത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് പിന്നെ പുറത്ത് വരണത്. എത്രയും നല്ലൊരു പാർലമെൻറ്റേറിയൻ അതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൽ മറ്റു തുടങ്ങിയിട്ട് അതിങ്ങനെ തുടങ്ങിയിട്ട് നഗർവാല കേസിൽ 60 ലക്ഷം രൂപ, അതൊക്കെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലുള്ളതാണ്. പിന്നെ ആ തരത്തിലുള്ള കാര്യങ്ങൾ അത് നമുക്കത് 1, 2, 3 അല്ല. നഗർവാല, പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്ന കിഷൻ ചന്ദ്, നഗർവാല കേസ് അന്വേഷിച്ചിരുന്ന ഒരു SP, പേര് ഞാനിപ്പോൾ ഓർക്കണില്ല, അത്. പിന്നെ അതേപോലെ തന്നെ
മേനകാ ഗാന്ധിയുടെ അച്ഛൻ കേണൽ ആനന്ദ് വയലിലാണ് മരിച്ചു കിടന്നത്. ലഫ്റ്റനൻറ്റ് ഗവർണർ കിണറ്റിനുള്ളിലാണ് മരിച്ചു കിടന്നത്. ആർ.എൽ. മിശ്ര, ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ ആയിരുന്ന ആർ.എൽ. മിശ്ര, അയാൾ ബോംബ് പൊട്ടിച്ചിട്ടാണ് മരിച്ചത്. ഇങ്ങനെ എത്രയോ പേര് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും. JP-യെ കൊല്ലാനുള്ള ശ്രമത്തിൽ പോലീസുകാരടിച്ചിട്ട് ആദ്യത്തെ അടി തലയിൽ കൊണ്ടെങ്കിലും രണ്ടാമത്തെ അടി വന്നപ്പോൾ ഈ നാനാജി തടുത്ത് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ചിത്രം ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളരെ വേദനയോടെ നിൽക്കുന്നൊരു ചിത്രമാണ്. ഈ തരത്തിലുള്ള സംഭവങ്ങൾ എത്രയോ കൊണ്ടുവന്നിരുന്നു. പിന്നെ അന്ന് ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഓരോരുത്തരെയും നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ അവരുടെ കുറച്ചൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ ആൾക്കാർ എഴുതിയതല്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചിരുന്നു, കൂമി കപൂറിൻ്റെ. അവർ 2015 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ലൊരു ജേർണലിസ്റ്റ്. ഇന്ന് ആ ജേർണലിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട ഒരു സ്ത്രീയാണ് എന്നെനിക്ക്. അവരുടെ ഹസ്ബൻഡ് ജയിലിലായിരുന്നു. അന്ന് മുതൽ അവരതിൻ്റെ ഇറങ്ങിയ ഉടനെ തന്നെ അവർ ഒരു 8 വർഷത്തിലധികം നീണ്ടു നിന്ന 8 or 10 വർഷത്തിലധികം നീണ്ടു നിന്ന റിസർച്ചിൽ കൂടെയാണ് ആ പുസ്തകം പുറത്ത് വന്നത്. പിന്നെ അതിനുശേഷമുള്ള പബ്ലിഷ് ചെയ്ത 15 തോന്നുന്നു. അല്ല ഒരു പക്ഷേ ഞാൻ അപ്പോഴായിരിക്കും കണ്ടത്. അതിൽ ഈ വിശദ വിവരങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വിശദ വിവരങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ ആൾക്കാർ മേടിച്ച് വായിച്ചാൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് കുറേയേറെ പുസ്തകങ്ങൾ വന്നിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഡൽഹിയിലുള്ള വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നേരെ ഇവർ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ, അത് ഏകദേശം കേരളത്തിലുള്ള ചിലരോട് ചെയ്തതുപോലെ തന്നെ ഡൽഹിയിൽ ചില വിദ്യാർത്ഥി ഡൂസുവിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നവരോട് ചെയ്തിട്ടുണ്ട്. അന്ന് അരുൺ ജെയ്റ്റ്ലി ഡൂസുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു വക്കീലായിരുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വളരെ മോശമായിട്ട് പെരുമാറി കൊണ്ടുപോയത്, ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ അതിൽ അക്കമിട്ട് അവർ വിശദീകരിച്ചിട്ടുണ്ട് കൂമി കപൂറിൻ്റെ ആ പുസ്തകം. പിന്നെ ദി വേസ്റ്റഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, അതിലാണ് ഈ മരണങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങൾ. ഇവർ ആരൊക്കെയാണോ ഇവരുടെ നിർദ്ദേശമനുസരിച്ചിട്ടോ അത് നമുക്ക് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കുകൾ, കൊല്ലപ്പെടുന്ന സംഭവങ്ങളുടെ കുറിച്ച് ഈ പുസ്തകത്തിൽ മിശ്ര അങ്ങനെ എന്തോ പേരായ ഒരാളാണ്, ഞാൻ പേരോർക്കണില്ല, ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, കേരളത്തിലെ സത്യാഗ്രഹം നമ്മുടെ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് തന്നെ അതിൽ ഓരോരുത്തരും അതിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അല്ലാത്തവർ അതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അവരെ ചിലരൊക്കെ മറന്നു പോകണു. എനിക്ക് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രവർത്തകരോട് ഒരു അഭ്യർത്ഥനയുള്ളത്, അവരെ നമ്മൾ പോയി കാണണം. നമ്മളിന്നൊരു അമ്പലത്തിൽ പോകുന്ന പവിത്രതയോടെ ഇന്ന് നമുക്ക് ഈ തരത്തിൽ ജീവിക്കാനും ജീവിച്ചിരിക്കാനും ഇന്ന് നമ്മൾ ചീത്ത പറയുന്ന മാർക്സിസ്റ്റുകാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സന്ദർഭം നമ്മൾ ഇന്നും ഇത്രയും ഭയങ്കരമായിട്ട് പറയുന്ന പത്രക്കാർക്കായാലും ശരി, അവർക്ക് അതിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുത്തത് ഈ തരത്തിൽ ഇന്നും ജീവശവമായിട്ട് ജീവിക്കുന്ന കുറേ പേരാണ്. അവരെ നമ്മൾ പോയി കാണുക, അവരോടുള്ള നമ്മുടെ ആ ഒരു ആദരവ് നമ്മൾ പ്രകടിപ്പിച്ചാൽ അവർക്ക് മനസ്സിൽ അതൊരു വലിയൊരു ഒരു ആശ്വാസമായിരിക്കും. അത് നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിലെ ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതാണിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് എത്രത്തോളം ജനാധിപത്യത്തെ ചവിട്ടി മതിച്ചുകൊണ്ടുള്ള പൗര സ്വാതന്ത്ര്യത്തെ തടങ്കലിലാക്കിക്കൊണ്ടുള്ള ഒരു ഏകാധിപത്യ ഭരണം. പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഡെമോക്രസി അപകടത്തിൽ, ജനാധിപത്യം അപകടത്തിൽ, ഭരണഘടന അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആരോപണങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്നത്. അത് കോൺഗ്രസ്സാണ് അതിൻ്റെ മുന്നിൽ നിന്നത്. അപ്പോൾ ഈ ഒരു വിരോധാഭാസം എങ്ങനെ കാണുന്നു? അത് ഇവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തവരല്ല, യാഥാർത്ഥ്യം അറിയുന്നവരാണ്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പല കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ്സിൽ നിന്ന് തന്നെ രാജിവെച്ച് പോയതറിയാം. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും 75 ജനുവരി 8 തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന ഒരു കത്തെഴുതി ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത ആളാണ് ബംഗാളിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേ പോലും നമ്മുടെ ഷാ കമ്മീഷൻ്റെ മുമ്പിൽ
മൊഴി കൊടുത്തിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതയും അവരുടെ ഏകാധിപത്യ ആ, ആ, തരത്തിലുള്ള ഈ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവനും ഇരുട്ടിലാക്കിയതിന് എതിരായിട്ട് സിദ്ധാർത്ഥ ശങ്കർ റേ വരെ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരത് അറിയാത്തവരില്ല. എ കെ ആൻ്റണി കൽക്കട്ടയിൽ വെച്ചിട്ട് ഇതിനെതിരായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പോലും ചില ആൾക്കാർ ഒരു ഈ ഗാന്ധിസത്തിൻ്റെ ചില മുക്കും മൂലയെങ്കിലും സ്വാംശീകരിച്ച ആൾക്കാർ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് നിവൃത്തിയില്ലാതെ അവർ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പോയി കണ്ടിരുന്ന പല ആൾക്കാരും ഉള്ളുകൊണ്ട് ഇതിനെ കൂടുതൽ അനുകൂലിക്കുന്നവരായിരുന്നു. പക്ഷേ അധികാരത്തിൻ്റെയും അതേപോലെ തന്നെ അവർ കഷ്ടപ്പെടാനുള്ള ആ ഒരു മനസ്സില്ലായ്മയും, ഇപ്പോൾ കേരളത്തിൽ തന്നെ ശങ്കരനാരായണൻ ആദ്യത്തെ മീറ്റിങ്ങിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അടുത്ത പ്രാവശ്യം അയാൾ മന്ത്രിയായി. ബാലകൃഷ്ണപിള്ള എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവിടെ നമ്മളുടെ കൂടെ വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ അയാളുടെ പ്രസംഗത്തിൻ്റെ ആവേശം, നമ്മൾ പൊതുവേ ഈ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാറില്ല, സംഘത്തിൻ്റെ ബൗദ്ധികളൊക്കെ കേട്ട് പരിചയമുള്ളവരാണല്ലോ. ഇയാളുടെ ആവേശകരമായിട്ടുള്ള പ്രസംഗം കേട്ടത് എനിക്കിപ്പോഴും ആ ഒരു ഓർമ്മയുണ്ട് എനിക്കത്. ഈ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ എന്ന്. പക്ഷെ അദ്ദേഹം എന്താ സംഭവിച്ചത്? ഈ തരത്തിൽ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രം, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോയവരാണ് കോൺഗ്രസിൻ്റെ കൂടുതൽ ആൾക്കാരും. ആ തരത്തിൽ പോയവരാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അവരിങ്ങനെ പറയുന്നത്, ഇപ്പോൾ അച്യുതമേനോനെക്കുറിച്ച് അല്ലെങ്കിൽ CPIയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും രണ്ട് മുഖം നമ്മൾ കാണുന്നതല്ലേ. PK വാസുദേവൻ നായർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഖേദവുമില്ല ഞങ്ങൾക്കെന്ന്. ഇത്രയും ആൾക്കാരെ നശിപ്പിച്ച് മുച്ചൂടും മുടിപ്പിച്ചിട്ട് ഇത്രയും പേരെ തല്ലിത്തകർത്ത് അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കിയ ആൾക്കാരാണ് ജനാധിപത്യത്തെക്കുറിച്ചോ മനുഷ്യ അവകാശത്തെക്കുറിച്ചോ പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഇന്ന് ഓർക്കാൻ കഴിയുന്നില്ല? അന്ന് ഇതിനെതിരായിട്ട് ഒരക്ഷരമെങ്കിലും ഉരിയാടിയിട്ടുള്ള എത്ര പേരുണ്ട്? ഇന്നിപ്പോൾ 49 വർഷം കഴിഞ്ഞു. എന്നിട്ടും അതിനെ പൂർണ്ണമായിട്ട് അതൊരു പക്ഷേ ഇതിൽ പങ്കെടുത്തവർ അന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ ശക്തി ഇതിനെ പ്രതികരിക്കാൻ അറിയാത്തവരല്ല. പക്ഷെ അന്നും സംഘത്തിൻ്റേതായിട്ടുള്ള ആ അച്ചടക്കം, അന്ന് സർസംഖ്യാല പൂജനീയ ബാലാസാഹിബ്ജി പറഞ്ഞത് മറക്കുക പൊറുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ മറക്കുക പൊറുക്കുക എന്നുള്ളത് അത് നമ്മൾ സ്വയം 100% ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വയം സേവർ അതിനുശേഷവും പ്രതികരിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഈ തരത്തിൽ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് ഇവരുടെ പോലീസുകാർ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്ന ഇത്രയും ക്രൂരമായ പ്രവർത്തികൾക്ക് അനുഭവിക്കാൻ മനസ്സുള്ളവന് അവന് പ്രതികരിക്കാനും പ്രതികാരം ചെയ്യാനും യാതൊരു വിഷമവും ഉണ്ടാവില്ല. പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ സംഘത്തിൻ്റെ നിർദ്ദേശം അതേപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് അവരത് ചെയ്യാതിരുന്നത്. പക്ഷെ അത് ഈ കോൺഗ്രസ്സുകാർ അവരേത് തരത്തിൽ അത് ഉൾക്കൊണ്ടു എന്നറിയില്ല. അത് ഭീരുത്വമായിട്ട് കണക്കാക്കിയിട്ടാണോ ഭയപ്പെട്ടിട്ടാണോ അങ്ങനെ അറിയില്ല. പക്ഷേ നമ്മുടെ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല, ഇതിൽ പെട്ടിരുന്ന ഒരു നേതാവ് നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് എതിരെ ഇതേപോലെ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു നേതാവ്, സംഘവും ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പറയും, നിങ്ങളെനിക്ക് ഒരു 15 പേരെ തരൂ. നമ്മുടെ ഠേങ്കടിജിയോട് പറഞ്ഞു 15 പേരെ തരൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ത്യയിൽ ചില പ്രധാന പാലങ്ങൾ തകർക്കുക, അണക്കെട്ടുകൾ തകർക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ ശക്തമായിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു റെയിൽ പാളത്തിൽ ഒരു നട്ട് പോലും ഇളക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇത് എൻ്റെ രാജ്യമാണ്, എൻ്റെ സഹോദരന്മാരാണ് അതിൽ കൂടെ ഇത് ചെയ്യും. ഇപ്പോൾ എത്രയോ സഹോദരന്മാരെ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. അന്ന് ഈ 21 മാസക്കാലത്തിൻ്റെ ഉള്ളിൽ 26 പേരെയാണ് കേരള പോലീസ് തല്ലിക്കൊന്നിട്ടുള്ളത്. 26 പേരെ, ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അവരുടെ ലിസ്റ്റൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെയുള്ളത് ഇത് അവർക്കറിയാഞ്ഞിട്ടാണോ? കോൺഗ്രസ്സുകാർക്ക് അറിയാഞ്ഞിട്ടാണോ? കരുണാകരൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പക്ഷെ ഒരു കാര്യം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അന്ന് ഈ തരത്തിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരാൾ പോലും വെള്ളം കുടിച്ച് മരിച്ചിട്ടില്ല. ഒരാൾ പോലും.
അവരുടെ ഓരോരുത്തരുടെ അവസ്ഥ. ആ തരത്തിൽ വളരെ ക്രൂരമായിട്ട് പ്രവർത്തിച്ചിരുന്നവർ, ഇപ്പോൾ കരുണാകരൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അത് നിയതി അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ സ്വയംസേവർ അവർ ജീവൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഒരു വിഷമവുമില്ല, മറ്റ് പല കാര്യങ്ങളും ചെയ്യാനും അവർ ശക്തരാണ്, അതിനുള്ള മനസ്സും ധൈര്യവും സ്ഥൈര്യവും ഉള്ളവരാണ്. പക്ഷേ ഇത് എൻ്റെ രാജ്യമാണ്, എൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത മാത്രം സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് മാത്രമാണ്. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മാത്രം പ്രവർത്തിക്കുക. അതല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കണോ പ്രവർത്തിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവരാണ് ഇന്നും ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത്. ആ വാക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് എന്താ യോഗ്യതയുള്ളത്? ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസം ഇങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇവരൊക്കെ കാണുന്നില്ലേ? നേരിട്ട് കാണുന്നതല്ലേ? ഏത് തരത്തിലാണ് രാജ്യത്തെ കൊള്ളയടിക്കണത്? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്ന് പറഞ്ഞു നടക്കണവർ ചെയ്യുന്ന അവരുടെ വൈകൃതങ്ങൾ നമ്മളെല്ലാവരും കാണുന്നില്ലേ? എന്തുകൊണ്ട് അതിനെതിരായിട്ട് പറയുന്നില്ല? പക്ഷേ എപ്പോഴും രാജ്യം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണത്. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, ലോകത്തിൻ്റെ മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമായിരുന്നോ? എന്താ പാമ്പാട്ടികളും മന്ത്രവാദികളുമുള്ള നാട് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ലോകരാജ്യത്തിൻ്റെ അധിപന്മാർ ഇടിച്ചു കയറി മുന്നിൽ വരണം നമുക്ക് കാണാൻ, നമ്മൾ ടി വിയിൽ കൂടെ കാണുന്നതല്ലേ, നമ്മുടെ ഇതിൽ കാണുന്നതല്ലേ? അതെവിടുന്ന് കിട്ടി? അതും ഈ മണ്ണിൽ കിടന്ന് കളിച്ച, ആ മണ്ണിൻ്റെ സംസ്കാരം പൂർണ്ണമായിട്ടും സ്വാംശീകരിക്കാൻ സാധിച്ച സംഘത്തിൻ്റെ സ്വയംസേവകനായ മോദിജിയുടെ ആ താല്പര്യത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടീം, അത് 1, 2, 5, 10, 100 ലക്ഷവുമല്ല, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഓരോരോ അവർക്ക് ചുമതലപ്പെട്ട കാര്യങ്ങൾ ഇന്നും വളരെ ശക്തമായിട്ട് അത്രയും അടിസ്ഥാനപരമായിട്ട് തന്നെ അവർ ചെയ്തു പോകുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത്. അത് മറ്റൊരു പ്രസ്ഥാനവുമില്ല. ഇന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി, ഇന്ന് ഓരോരുത്തരും മുന്നിൽ വരികയാണ്, എനിക്ക് RSSൽ പ്രവർത്തിക്കണം, എനിക്ക് BJPയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ചിലർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം. എതിർക്കുന്നവർ അവർക്കൊരു വിഷയം കിട്ടിയില്ല എന്നുള്ള പലതും നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലായിരിക്കും അത് ചെയ്യണത്. പക്ഷേ അതല്ല നമ്മൾ കാണുന്നത്. ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ചോ അതേപോലെ തന്നെ പൗരാവകാശത്തെക്കുറിച്ചോ പറയാൻ ഭാരതത്തിൽ യോഗ്യരായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനവും സംഘമായിട്ട് പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. മറ്റാരും തന്നെ എമർജൻസി കാലത്ത് എമർജൻസിക്കെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അത് നമ്മുടെ മുമ്പിൽ ഇന്നിപ്പോൾ 49 വർഷമായിട്ട് പുതിയ തലമുറയ്ക്ക് ഇത് അറിയില്ല. എന്നെ വളരെ കൂടുതൽ ദുഃഖിപ്പിച്ച ഒരു സംഭവം, ഒരു 5 വർഷം മുമ്പ് ഇതുപോലെ എമർജൻസിയുടെ 35-ാം വർഷമോ 40-ാം വർഷമോ എന്തോ അതിൻ്റെ സമയത്ത് 40 കഴിഞ്ഞ് ഒരു 5 വർഷത്തേക്ക് മുമ്പ് ഇതേപോലെ ഒരു TV ചർച്ചയുണ്ടായിരുന്നു. പി രാജേട്ടനും ജയശങ്കറും ഒക്കെ ആയിട്ടുള്ളത്, ഞാനും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതിന് ശേഷം നമ്മുടെ ചില പ്രവർത്തകർ വിളിച്ചു വെച്ചു, ചേട്ടാ നമ്മളും എമർജൻസിക്കെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണോ? വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന തലത്തിൽ ചുമതലയുണ്ടായിരുന്ന ചില ആൾക്കാരാണ് വിളിച്ചു ചോദിച്ചത്. അപ്പം ഞാനതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് വിളിച്ചു നമ്മുടെ ഇതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ചൊന്നും നമ്മുടെ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇന്ന് ഈ തരത്തിലൊരു അന്തരീക്ഷത്തിന് ആരാ കാരണക്കാരായത്? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ പുതിയ തലം, ഈവൻ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ പോലും എമർജൻസിയിൽ ഉണ്ടായിരുന്ന ക്രൂരമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ഇന്ന് ബോധവാന്മാരല്ല, അവരത് മറന്നു പോകണു, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ തലത്തിൽ ഈ തരത്തിലുള്ള നിലനിൽപ്പിന് ഏറ്റവും പ്രധാനികളായിട്ടുള്ള സംഘപ്രവർത്തകരുടെ ചെയ്തികളെ അവർ പുതിയ തലമുറയിലേക്കും കൂടെ പകർന്നു കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. അത് എന്തുകൊണ്ടോ അത് പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ നടക്കുന്നില്ല എന്നുള്ള സത്യം മറച്ചു വയ്ക്കുന്നുമില്ല.